സോ റീനീറ്റ് കഴിഞ്ഞു. വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസാണ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി ഫിസിക്സ് ശരിയാണ്, ടഫായിരുന്നു. ടഫ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഒരു സബ്ജക്റ്റിന് ഓൺ ആൻ ആവറേജ് 1 hour ആണ് കിട്ടുന്നത്. ഈ 1 hour കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഹോപ്പ്ഫുള്ളി നമ്മുടെ എന്താ പറയുക കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതായത് എല്ലാ ക്വസ്റ്റ്യനും ഒരു കേസിനൊക്കെ പകരം 2 കേസസ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോപ്പ്ഫുള്ളി കട്ട് ഓഫ് കുറയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇന്ത്യയോട് ഏതെങ്കിലും ടഫാക്കിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈസി, ടഫ്, മോഡറേറ്റ് എന്ന് വരുന്നതാണ് കുട്ടികളെ കൺഫ്യൂസ് ആക്കുന്നത്. കാരണം ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. സോ ഓവറോൾ ഒരു 45 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്കൊരു 1 minute കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം വളരെ ടഫായിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് അറിയാം. എസ്പെഷ്യലി ഗ്രാഫ്സിൻ്റെ ക്വസ്റ്റ്യൻ, കുറേ ഗ്രാഫ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് അറിയാവുന്ന ഒരു കുട്ടിക്ക് എളുപ്പമാകാം. സോ ഇതൊരു JEE ലെവൽ അല്ലെങ്കിൽ ഒരു നീറ്റ് അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പം ഫിംഗേഴ്സ് ക്രോസ്, ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് കട്ട് ഓഫ് കുറയട്ടെ. ഡെഫിനറ്റ്ലി കുറയും, ഉറപ്പായിട്ടും കുറയും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ നമ്മുടെ ഒരു ടൈം കൺസ്ട്രെയിൻ കാരണം ചില സ്റ്റെപ്സൊക്കെ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വർക്ക്, എനർജി ആൻഡ് പവറുള്ള ക്വസ്റ്റ്യൻ ആണ്. A particle of mass m moves along a horizontal x-axis from x equal to 0 to x equal to L. So the coefficient of friction, usually നമ്മുടെ നീറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം coefficient of friction ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ അല്ല, coefficient of friction വേരിയിങ് ആണ്. So the coefficient of friction is given by mu k is equal to mu 0 minus alpha x എന്നുണ്ട്. Alpha is a constant. So ഇവിടെ പറയുന്നത് so that mu k of L is 0 എന്നാണ് പറയുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ L ആകുമ്പോൾ mu k 0 ആകുന്നു. സോ ലെറ്റ്സ് പുട്ട് ദാറ്റ് കണ്ടീഷൻ. വെൻ x is equal to L, mu k is equal to 0. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 0 is equal to mu 0 minus alpha L എന്ന് വരും. സോ alpha L is equal to mu 0. Therefore alpha is equal to mu 0 by L എന്ന് വരും. Let's take it as equation number 1. സോ ചോദ്യം ഇതാണ്, വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mu k ഇൻറ്റു n ആണ്. ആൻഡ് n is mg. സോ mu k mg എന്നാണ് വരുന്നത്. പക്ഷേ ആസ് യു നോ ദ വാല്യൂ ഓഫ് mu k കീപ്സ് ഓൺ ചേഞ്ചിങ്. സോ ഫോഴ്സ് ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഫോഴ്സ് ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആണുള്ള ഫോർമുല ഇസ് W ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എന്ന് വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് mu k mg ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. You can take mg outside, mg into integral. Instead of mu k, I can write it as mu 0 minus alpha x dx. Okay, so the variable is x here. So the limit of x is 0 to L. So mg മാറ്റിയിടാം. mu 0 integral is mu 0 x minus alpha x square by 2 എന്ന് വരും. And the limit of integration is 0 to L. അപ്പർ ലിമിറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, ലോവർ ലിമിറ്റ് 0 ആണ്. സോ ബാക്കി എന്നോട് എഴുതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എം ജി ഇൻറ്റു mu 0 L മൈനസ് ആൽഫ L സ്ക്വയർ ബൈ 2 എന്ന് വരും. പക്ഷേ യു നോ ദ വാല്യൂ ഓഫ് ആൽഫ, ഇറ്റ് ഇസ് mu 0 ബൈ L. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. സോ എം ജി ഇൻറ്റു mu 0 L മൈനസ് mu 0 ബൈ L ഇൻറ്റു L സ്ക്വയർ ബൈ 2 എന്ന് വരും. So L and L will get cancelled. So what remains is mg into mu 0 L minus mu 0 L by 2. Mu 0 L minus mu 0 L by 2 is mu 0 L by 2. So mg into mu 0 L by 2 എന്ന് വരും. സോ ഇവിടെ പക്ഷേ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് വർക്ക് ഡൺ ഇസ് n mu 0 mgl എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു n mu 0 mgl എന്നാണ് തന്നിരിക്കുന്നത്. mu 0 കട്ടായി പോവും, mg കട്ടായി പോവും, l കട്ടായി പോവും. സോ വാട്ട് യു ഗെറ്റ് ഇസ് n ഈക്വൽ ടു 1/2. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4, n is equal to 1/2. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The mean free paths of molecules in an ideal gas A is half that of another ideal gas B. The diameter of the spherical molecules of the gas A is twice the diameter as that of B. The number densities of gases A and B are Na and Nb. Then the correct option is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മീൻ ഫ്രീ പാത്തും നമ്പർ ഡെൻസിറ്റിയും ഡയമീറ്ററും വേവ് ലെങ്ത്തും വേവ് ലെങ്ത് അല്ല, ഡയമീറ്ററും എന്താ പറയുക മീൻ ഫ്രീ പാത്തും നമ്പർ ഡെൻസിറ്റീസ് ഇതുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇസ് ലാംഡ ഇസ് ഈക്വൽ ടു 1/√2 πn(d²) എന്നാണ്. ഇവിടെ നമുക്ക് n ആണ് വേണ്ടത്. സോ റീഅറേഞ്ച് n ഇസ് ഈക്വൽ ടു 1/√2 πd² ലാംഡ എന്ന് വരും. ലാംഡ ഇസ് ദ മീൻ ഫ്രീ പാത്ത്. സോ I can write n is proportional to 1/d² ലാംഡ എന്ന് വരും. കാരണം ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. നമുക്ക് Na Nb ആണ് വേണ്ടത്. സോ ലെറ്റ്സ് ടേക്ക് ദ റേഷ്യോ. Na/Nb ഇസ് ഈക്വൽ ടു dB/dA the whole square into lambda b by lambda a എന്ന് വരും. So that is equal to Na/Nb is equal to dB. Question പറയുന്ന diameter of A is twice that of B എന്നാണ്. So diameter of B dB എന്ന് എടുക്കാം. Twice that of A എന്ന് പറയുമ്പോൾ 2 dB എന്ന് വരും. The whole square into mean free path of A is half that of B എന്നാണ് പറയുന്നത്. So mean free path of A is half that of B. So അതും കൊടുക്കാം. dB ക്യാൻസൽ ആയിപ്പോയി, ലാംഡ ബി ക്യാൻസൽ ആയിപ്പോയി. സോ Na/Nb is equal to 1/4 into 2 എന്ന് വരും. 2ഉം 4ഉം കട്ടായിപ്പോയി. Na/Nb is equal to 1/2. So Na is equal to half Nb എന്ന് വരും. Na is equal to half Nb. So Na is equal to half Nb is option 4. This was an easy question. അത്ര ടഫ് അല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂസിങ് ഇൻ എ സെൻസ് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. 2 ഐഡന്റിക്കൽ ഇൻഡക്ടേഴ്സ് ഓഫ് ആർ കണക്റ്റഡ്. ഐഡന്റിക്കൽ ഇൻഡക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇൻഡക്റ്റൻസ് എല്ലാണ്, ഇവൻ്റെ ഇൻഡക്റ്റൻസ് എല്ലാണ്. സോ ഇവൻ്റെ ഇൻഡക്റ്റൻസ് എല്ലാണ്, ഇവൻ്റെ ഇൻഡക്റ്റൻസ് എല്ലാണ്. പി ആൻഡ് ക്യൂ വെയർ ടൈം വേരിങ് കറണ്ട് ഐ ഓഫ് ടി ഇസ് ഫ്ലോയിങ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ രണ്ടിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് ടി സെയിം ആണ്. ദ ഇൻഡ്യൂസ്ഡ് EMF ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. എയുടെയും ബിയുടെ ഇടയിലുള്ള ഇൻഡ്യൂസ്ഡ് EMF EP, അതുപോലെ തന്നെ ഇവിടെ എയുടെയും ബിയുടെ ഇടയിലുള്ള ഇൻഡ്യൂസ്ഡ് EMF EQ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റേഷ്യോ ആണ് കാണുന്നത്. നമുക്കറിയാലോ പിള്ളേരെ, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ -L × di/dt ആണ്. As you know, the same time varying current is flowing through both the circuits. So di/dt constant ആണ്. So E is proportional to L. അപ്പോൾ E എന്ന് പറയുന്ന Lന് പ്രൊപ്പോർഷണൽ ആണ്. സോ EP/EQ will be LP/LQ എന്ന് വരും. സോ ഇവിടെ ഫസ്റ്റ് കേസിൽ എയുടെയും ബിയുടെ ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L മാത്രമാണ്. സോ LP ഇസ് L ഡിവൈഡ് ബൈ. ഈ കേസിൽ എയുടെയും ബിയുടെ ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന Lൻ്റെയും പാരലൽ കോൺഫിഗറേഷൻ ആണ്. നമുക്കറിയാം റെസിസ്റ്റേഴ്സ് പോലെ തന്നെയാണ്. വെൻ 2 ഇൻഡക്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഇഫക്റ്റീവ് EMF ഇസ് L1 + L2. പാരലൽ കണക്ട് ചെയ്യുമ്പം 1/L1 + 1/L2. ഇപ്പോൾ L/2 എന്ന് വരും. സോ LQ ഇസ് L/2. സോ ദ റേഷ്യോ ഇസ് 2 എന്ന് വരും. ഇവിടെ എല്ലാവരും തെറ്റിക്കാൻ പോകുന്ന ഒരു ചാൻസ് ഇതാണ്. ഇത് രണ്ടും പാരലൽ എടുക്കും. ഇത് ശ്രദ്ധിക്കത്തില്ല. ഈ എയും ബിയും ഈ പോയിന്റ് ആണ്. ഓക്കെ, ചിലവർ പെട്ടെന്ന് മിസ്റ്റേക്കിൽ ഇതിനിടയിലുള്ള ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കും. അതിനിടയിലുള്ള ഇൻഡക്റ്റൻസ് 2L ആണ്. അപ്പം എന്തെഴുതി വെക്കും? 2L/L/2 4 എന്ന് കിട്ടും ആൻസർ. പക്ഷേ ലക്കിലി 4 എന്നൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ 1/4 ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സമയത്തിൻ്റെ ആ ഒരു ടെൻഷൻ കാരണം 1/4 പേഴ്സണലി അങ്ങനെ എഴുതിയ കുട്ടികളെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. സോ ഇത് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എവറി കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാം, പക്ഷേ അവിടെ കൊണ്ട് തെറ്റിക്കും. സോ എയും ബിയുടെയും പോയിന്റ്സ് നിങ്ങൾ നോക്കണം. സോ ആൻസർ ഇസ് 2. അടുത്ത ക്വസ്റ്റ്യൻ. ദ സൗണ്ട് വേവ് ഇൻ number of notes for 5th harmonic in an open-ended pipe is N, that for the 9th harmonic of the same pipe will be with both the ends closed is M. What is N/M എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് നോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാൻ പറ്റും ദിസ് ഇസ് ആൻ ഓപ്പൺ-എൻഡഡ് പൈപ്പ്. ഓപ്പൺ-എൻഡഡ് പൈപ്പിൻ്റെ ഫസ്റ്റ് കേസ്, അതായത് N=1ൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. N=1 you can see 2 anti nodes and 1 node. അതായത് N=1 നമ്പർ ഓഫ് നോട്ട്സ് 1 ആണ്.
n equal to 2ലും നമ്പർ ഓഫ് നോട്ട്സ് 1 ആണ്, n equal to 3ലും നമ്പർ ഓഫ് നോട്ട്സ് 1 ആണ്, 3ലെ നമ്പർ ഓഫ് നോട്ട്സ് 3 ആണ്. അതായത് n equal to 5ലും നമ്പർ ഓഫ് നോട്ട്സ് 5 ആണ്. സോ ഫസ്റ്റ് കേസിൽ ഓപ്പൺ എൻഡഡ് പൈപ്പിൻ്റെ ഫിഫ്ത്ത് ഹാർമോണിക്കിലെ നമ്പർ ഓഫ് നോട്ട്സ് n ആണെങ്കിൽ ക്ലിയർലി എന്നിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന ഓപ്പൺ എൻഡഡ് പൈപ്പ് ക്ലോസ്ഡ് എൻ പൈപ്പിലെ ഫിഫ്ത്ത് ഹാർമോണിക്കാണ്. നിങ്ങൾക്കറിയാം ക്ലോസ് എൻ പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഓഡ് ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ 1, ഓക്കെ, 1, പിന്നെ ഏതാണ് 3, 5, 7, 9. സോ 9th ഹാർമോണിക് ഇസ് ആക്ച്വലി ഫിഫ്ത്ത് വൺ. ഓക്കെ, ഫിഫ്ത്ത് മോഡാണ് 9th ഹാർമോണിക് എന്ന് പറയുന്നത്. അപ്പം ഓപ്പൺ എൻ പൈപ്പിൽ ക്ലോസ് എൻ പൈപ്പിൽ നമ്പർ ഓഫ് നോട്ട്സ് കാണാൻ ഒരു ഫോർമുലയുണ്ട്, k+1/2 ആണ്. ഇവിടെ നമ്പർ ഓഫ് നോട്ട്സ് n തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ k എന്ന് പറയുന്നത് എത്രാമത്തെ ഹാർമോണിക്കാണ്? 9th ഹാർമോണിക്കാണ്. സോ 9+1/2 10/2, അതും 5 തന്നെ വരും. സോ എമ്മിൻ്റെ വാല്യൂം 5 ആണ്, എന്നിൻ്റെ വാല്യൂം 5 ആണ്. സോ ദ ആൻസർ ഇസ് 1. 5/5 1 എന്ന് വരും. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ബൈ ഗോഡ്സ് ഗ്രേസ്, ഇത് മാത്രമാണ് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. കൺസിഡർ എ ലോങ് സോളിനോഡ് ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് R if n is a number of turns per unit length and mu 0 is the permeability of free space, the inductance of the solenoid ആണ്. നമുക്കറിയാം സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ mu 0 n²a/L. ദിസ് ഇസ് എ ഫോർമുല ഫോർ ദ സോളിനോയിഡ്സ് സെൽഫ് ഇൻഡക്റ്റൻസ്. പക്ഷേ ചോദ്യത്തിൽ യു ആർ നോട്ട് ഗിവൺ ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, പകരം യു ആർ ഗിവൺ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n × L ആണ്, കാരണം സ്മോൾ ലെറ്റർ n is n/L. സോ ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. അപ്പോൾ എന്നാ വരും? mu 0 ക്യാപിറ്റൽ N വരും സ്മോൾ ലെറ്റർ NL ദ ഹോൾ സ്ക്വയർ, ഏരിയയ്ക്ക് വരും πr² കൊടുക്കാം /L. സോ ഇറ്റ് ബിക്കംസ് mu 0 n² L² πr²/L എന്ന് വരും. ഓക്കെ, സോ എല്ലും L² ക്യാൻസൽ ആയിപ്പോയി. ദ ഫൈനൽ ആൻസർ ഇസ് mu 0 π n² r²L എന്ന് വരും. ദിസ് ഇസ് R. ഓക്കെ, സോ mu 0 π n² r²L ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഹൂസ് പൊസിഷൻ ഇസ് ഗിവൺ. ദിസ് ഇസ് നോട്ട് ഡിസ്റ്റൻസ്, പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. α1 β6. സോ ലെറ്റ്സ് റൈറ്റ് ദ ഇക്വേഷൻ. യൂഷ്വലി നമ്മൾ പൊസിഷൻ എക്സ് ആണ് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ മിസ്ലീഡ് ചെയ്യാനാണ് എസ് തന്നിരിക്കുന്നത്. സോ എസ് ഇസ് ആൽഫ ഇസ് 1. സോ t² മൈനസ് ബീറ്റ ഇസ് 6, 60 പ്ലസ് ഗാമ ഇസ് 5. ഇതാണ് എക്സ് തന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ വെരി സിമ്പിൾ, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കാണണം ബൈ ടോട്ടൽ ടൈം തരാം. ദിസ് ഇസ് നോട്ട് ഡിസ്റ്റൻസ്. ഇഫ് ദിസ് വാസ് ഡിസ്റ്റൻസ്, ടിക്ക് 6 ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ഗോട്ട് ദ ആൻസർ. പക്ഷേ ഇത് ഡിസ്റ്റൻസ് അല്ല, പകരം ഇത് തന്നിരിക്കുന്നത് എന്താണ്? പൊസിഷനാണ് തന്നിരിക്കുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിലെ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം t=0 ഇട്ട് കൊടുക്കാം. t=0 ഇടുമ്പം എക്സിൻ്റെ വാല്യൂ 5 ആണ് വരുന്നത്. അപ്പം തുടക്കത്തിൽ അവൻ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് x=5 at t=0. ഇനി നമുക്ക് t= എന്ത് കൊടുക്കാം? t=6 കൊടുക്കാം. t=6 കൊടുക്കുമ്പം 6² 36, 6 - 6 × 6 36, 36 - 36 x=5 തന്നെ. അപ്പം t=6ലും t=5ലും അവൻ x=5 തന്നെയാണ് നിൽക്കുന്നത്. So if the question was average velocity, answer would have been 0, കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ x=5 നിന്ന് പിന്നെ x=5ലേക്ക് വരണമെങ്കിൽ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം, നേരെ പോയി തിരിച്ചു വരണം. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഏത് ടൈമിലാണ് ഇവൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അവൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 0 ആയിരിക്കണം. കാരണം നമുക്കറിയാം ഒരു ബോൾ മേളിലേക്ക് എറിഞ്ഞിട്ട് അത് താഴേക്ക് വരുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ അവൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഏത് പോയിന്റിലാണ് ഇവൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 0 ആകുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് ഉണ്ട്, വെലോസിറ്റി കാണാൻ dx/dt എടുത്താൽ മതി. സോ v = ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2t - 6 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ t = 3 എന്ന് വരും. അപ്പോൾ t = 3ൽ
ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് t = 3 ഇവൻ്റെ പൊസിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ t = 3 ഇവൻ്റെ പൊസിഷൻ വിൽ ബി x = 3² 9 - 18 + 5 എന്ന് വരും. -9 + 5 -4 എന്ന് വരും. അതായത് t = 3 ഇവൻ -4 ഓക്കെ. അപ്പോൾ എങ്ങനെ ഇവൻ പോകുന്നത്? ആദ്യം t = 0 x = 5 നിന്ന് t = 3 ആകുമ്പോൾ -4 വരെ എത്തും. അപ്പോൾ അവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? t = 0 to t = 3 അവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 തൊട്ട് -4 വരെ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 9. അതെങ്ങനെ കിട്ടി? 5 - -4 9 എന്ന് കിട്ടി. ഓക്കെ. ഇനിയും t = 3 തൊട്ട് t = എത്രയാണ്? 6 വരെ അവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -4 നിന്ന് തിരിച്ച് 5ലേക്കാണ് വരുന്നത്. അപ്പോഴും 9 ആണ്. സോ 5 നിന്ന് -4 വരെ 9, -4 നിന്ന് 5 വരെ -9, അങ്ങനെയാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിപ്പോയത്. പക്ഷേ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 9 + 9 18 എന്ന് വരും. സോ ദ ആവറേജ് സ്പീഡ് വിൽ ബി ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 18 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആയ 6. 18/6. സോ ദ ആൻസർ ഇസ് 3 m/s. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി നീറ്റിന് എന്താ പറയുക, ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു ലോജിക്ക് ചിന്തിക്കേണ്ടി വരും. ആൻഡ് എത്രത്തോളം ആൾക്കാർക്ക് എന്താ പറയുക ലാസ്റ്റ് മിനിറ്റിൽ അത് ചിന്തിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സോ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൾറൈറ്റ്, ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ the following reaction. Uranium 238 gives TH234 plus He4. Taking masses of uranium 238, thorium 234 and helium 4 as so and so. Q value ആണ് കാണേണ്ടത്. നമുക്കറിയാം Q value എന്ന് പറഞ്ഞാൽ ΔM × C² ആണ്. സോ ΔM യുവിലാണെങ്കിൽ ΔM ΔM × 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ചെയ്താൽ മതി. ΔM എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് മാസ് ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു 931.5 ആണ്. ഓക്കെ, 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മാസ് ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറയുമ്പം ഈ റിയാക്റ്റൻറ്റ് സൈഡിൽ യുറേനിയം മാത്രമാണ്. സോ ഇറ്റ് ഇസ് 238.050 മൈനസ് മാസ് ഓഫ് പ്രോഡക്റ്റ് സൈഡിൽ TH ഉണ്ട്, ഹീലിയം ഉണ്ട്. സോ ഇറ്റ് ഇസ് 234.043 പ്ലസ് 4.003. ഓക്കെ, സോ ഇറ്റ് ഇസ് ഇൻറ്റു ഓഫ് കോഴ്സ് 931. സോ ഇത്രയും കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഞാൻ ടൈം സേവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 234.043 പ്ലസ് 4.003 ചെയ്യുമ്പോൾ 238.046 എന്ന് വരും. ആൻഡ് ദിസ് ഇസ് 238.050. സബ്ട്രാക്ട് ചെയ്യുമ്പം 0.004 എന്ന് വരും. 931 എന്നല്ല, ഒരു കൃത്യം പറഞ്ഞിട്ടുണ്ട് 931.5 എടുക്കണം. സോ അത് തന്നെ എടുക്കണം. ആൻഡ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം യുവർ ആൻസർ വിൽ ബി 3.726 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ആൻസർ കിലോയിലാണ് വേണ്ടത്. സോ ദിസ് ഇസ് 3726 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ആൻസർ ഇസ് ഓപ്ഷൻ 1. ആൻഡ് ഐ ഹോപ്പ് ഇത് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും, ശരിയാക്കിയിട്ടുണ്ടാവും. ഇപ്പം മെഗയിൽ ഈ ആൻസർ കണ്ടാൽ നമുക്കറിയാം കിലോയിൽ ഇതേ വരത്തുള്ളൂ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ്, കണ്ടോ എല്ലാം വളരെ വളരെ അടുത്താണ്. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്താ പറയുക അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം ഇവരുടെ ഡിഫറൻസ് കണ്ടോ വളരെ ചെറുതാണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 3726 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A beam of light falls on a metal surface such that the photoelectrons are generated. If the power of the light source starts to decrease linearly with time, the variation of photocurrent and magnitude of stopping potential ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡ്യുവൽ നേച്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി കൂടിയാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പക്ഷേ ഫ്രീക്വൻസി കൂടിയാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇൻറ്റൻസിറ്റി അല്ല ഫ്രീക്വൻസി അല്ല വേരി ചെയ്തത്, പവറാണ് ചെയ്തത്. അതായത് പവർ ടൈം കൂടുന്നതിനനുസരിച്ച് പവർ കുറയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കറിയാം ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ പവർ ബൈ ഏരിയ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ പവർ കുറഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് കുറയും? ഇൻറ്റൻസിറ്റി കുറയും. ഇൻറ്റൻസിറ്റി കുറഞ്ഞാൽ കറണ്ട് കുറയും. പക്ഷേ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് എന്ത് മാറത്തില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ചേഞ്ച്. മനസ്സിലായല്ലോ? ഇത് ഇൻറ്റൻസിറ്റി ആണ്, കൺഫ്യൂഷൻ വേണ്ട. ഇൻറ്റൻസിറ്റി. സോ പവർ ഇസ് ഇൻറ്റൻസിറ്റി ഇസ് പവർ ബൈ ഏരിയ ഇൻറ്റു ടൈം. ആസ് ഇൻറ്റൻസിറ്റി ഡിക്രീസസ് power also power decreases, intensity decreases with time. As intensity decreases with time, photoelectric current decreases with time. For first graph photoelectric current with time ആണ്, it decreases linearly with time. കണ്ടോ, അതിവിടെയുണ്ട്. സോ ഈ രണ്ട് ഓപ്ഷൻ വരത്തില്ല. ഇനി നെക്സ്റ്റ് ഗ്രാഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ചേഞ്ച്, ഇറ്റ് റിമെയിൻസ് ആസ് എ കോൺസ്റ്റന്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് പി ക്യു എസ് എല്ലാം ഐഡന്റിക്കൽ ആണ്. സി എല്ലാം ഐഡന്റിക്കൽ ആണ്. As shown in the figure, the energy stored in capacitor P to the total energy ആണ്. So you need the energy stored in capacitor P. You know that energy stored in capacitor P കാണാനുള്ള ഫോർമുല is half CV square. P ആയതുകൊണ്ട് half CP square എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് വോൾട്ടേജ് അക്രോസ് P ആണ്. പിള്ളേരെ, ഈ വോൾട്ടേജ് V ആയതുകൊണ്ട് ഈ വോൾട്ടേജും V തന്നെയായിരിക്കും. അതുപോലെ ഇവിടെയും V ആയിരിക്കും. പക്ഷെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. ആൻഡ് വോൾട്ടേജ് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂൻ്റെ ബേസിലാണ്. പക്ഷേ ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും V തന്നെയായിരിക്കും. ടോട്ടൽ V ആണ്. അപ്പോൾ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇവിടെയും V/2 വരണം, ഇവിടെയും V/2 വരണം. സോ ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ P ഇസ് V/2. സോ ഹാഫ് V/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് എ എനർജി സ്റ്റോർഡ് ഇൻ P. ഇത് നമുക്ക് വേണ്ട ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി കാണാനുള്ള ഫോർമുല ഹാഫ് C equivalent V square എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിയും സീരീസ് ആണ്. ഇഫക്റ്റീവ് ഇസ് C/2. C/2ഉം സിയും പാരലാണ്. ഇഫക്റ്റീവ് ഇസ് C1 + C2. 3C/2 എന്ന് വരും. 3C/2 ഇൻറ്റു V സ്ക്വയർ എന്ന് വരും. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന VP/VT ആണ്. അതായത് എനർജി സ്റ്റോർഡ് ഇൻ P ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ P ഇസ് ഹാഫ് C V square by 4 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഹാഫ് 3C/2 V square എന്ന് വരും. ഹാഫും ക്യാൻസൽ ആയിപ്പോയി. V സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. സിയും ക്യാൻസൽ ആയിപ്പോയി. വാട്ട് റിമെയിൻസ് ഇസ് 1/4 ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരും. സോ ഇറ്റ് ഇസ് 1/4 ഇൻറ്റു 2/3 എന്ന് വരും. 2ഉം 4ഉം കട്ടായിപ്പോയി. സോ ദ ആൻസർ ഇസ് 1/6. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. എഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ ഫ്ലോസ് ത്രൂ സ്ട്രീം ലൈൻ മോഷൻ ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. The pressure difference of water at P and Q. So you have two cross section. This is P and the smaller cross section. This is Q. Okay. Pressure difference between P and Q തന്നിട്ടുണ്ട്. Area of cross section of P is 40 centimeter square and this is 20 centimeter square. The rate of flow of water ആണ് ചോദിച്ചിരിക്കുന്നത്. എനിവേസ്, ഇതിൽ കൂടെയുള്ള വാട്ടറിൻ്റെ വെലോസിറ്റി V1ഉം ഇതിൽ കൂടെയുള്ള വാട്ടറിൻ്റെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കാം. ലെറ്റ്സ് അപ്ലൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A1 V1 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇത്തിരി ലെങ്തി ആണ്. അത്രേ ഉള്ളൂ. A1 V1 is equal to A2 V2. A1 is 40, V1 അറിയത്തില്ല. A2 is 20, V2 അറിയത്തില്ല. സോ 20യും 40യും കട്ടായിപ്പോയി. V2 is equal to 2V1. ഇത് നമുക്ക് ആവശ്യം വരും. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. Now let's apply Bernoulli's principle. നമുക്കറിയാം, for a horizontal pipe P plus half rho V square is a constant. So I can write P1 plus half rho V1 square is equal to P2 plus half rho V2 square എന്ന് വരും. So I can write P1 minus P2 is equal to half rho constant എടുക്കാം. V2 square minus V1 square എന്ന് വരും. P1 minus P2, the pressure difference തന്നിട്ടുണ്ട് 15 Newton per meter square ആണ്. That's equal to half into, we are dealing with water and questioning water density തന്നിട്ടുണ്ട് 1000. V2 പകരം എന്ത് കൊടുക്കാം? 2V1 എന്ന് കൊടുക്കാം. സോ 2V1 the whole square, 4V1 square minus V1 square എന്ന് വരും. 2ഉം 1000ഉം കട്ടായി പോയി 500 വരും.
So 15 is equal to 500 into 3v1 square എന്ന് വരും. Okay. So 15 is equal to 1500 v1 square എന്ന് വരും. So v1 square is equal to 15 by 1500, which is 1 by 100. So v1 is equal to അതിൻ്റെ square root 1 by 10. That's very important. യൂണിറ്റ് ആണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് യൂണിറ്റ് വരുന്നത്. കാരണം പ്രഷർ ഡിഫറൻസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് വന്നത്. സോ ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്, എല്ലാം SI ആണ്. സോ വെലോസിറ്റി ഇതിലായിരിക്കും കിട്ടുന്നത്. ഓൾറൈറ്റ്. പക്ഷേ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ കാണേണ്ടതുണ്ടോ, സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഇതിനെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 100 ചെയ്യണം. സോ യിൽ ഗെറ്റ് ഇറ്റ് ആസ് 10 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. v1 കിട്ടി. പക്ഷേ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഫ്ലോ റേറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഫ്ലോ റേറ്റ് ഇസ് AV. സോ ഐദർ ഗോ ഫോർ A1 V1 ഓർ A2 V2, കാരണം രണ്ട് സെയിം ആണ്. പക്ഷെ നമുക്ക് v1 ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ലെറ്റ്സ് ഗോ ഫോർ A1 V1. A1 is 40 centimeter, V1 is 10 centimeter per second. So the answer is 400 centimeter cube per second. Option 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Current I0 flows through a metallic circular loop of radius R as shown in the figure. The resistance of ABC, ഇവിടെ ഒരു സെഗ്മെന്റ് കാണാം ABC. ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ABC is half the resistance of ADC എന്നാണ് പറയുന്നത്. അപ്പം റെസിസ്റ്റൻസ് എവിടെയാണോ കുറവ് അവിടെ ആയിരിക്കും കറണ്ട് പോകുന്നത്. അപ്പം കറണ്ട് ഫ്ലോയിങ് ത്രൂ ABC will be twice the current flowing through ADC. ഓക്കെ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ABC കൂടെയുള്ള കറണ്ടും ADC കൂടെയുള്ള കറണ്ടും കൂട്ടിയാൽ I0 കിട്ടണം. കാരണം ഈ രണ്ട് കറണ്ട് അല്ലേ ഇങ്ങോട്ട് പോകുന്നത്, ഈക്വൽ ടു I0. സോ കറണ്ട് ത്രൂ ABC is 2 times the current through ADC. So 2 ADC plus IADC equal to I0. അപ്പോൾ ഇതിൽ നിന്ന് IADC വിൽ ബി I0/3. അപ്പോൾ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I0/3, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2I0/3 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ആറിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. അത് ഈ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാം B1. നമുക്കറിയാം ഒരു നമ്മുടെ സെമി സർക്കുലർ വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇസ് 2K × I⁻/R. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. സോ K into I will be 2I0/3 πr എന്ന് വരും. K ഒക്കെ നമുക്ക് അവസാനം മാറ്റാം. സിമിലർലി B2 will be, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I0/3 ആണ്. I0/3 π/r എന്ന് വരും. ഇഫ് യു യൂസ് റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്സ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B1 - B2 ആയിരിക്കും. സോ വെൻ യു ഡു B1 - B2 യു ക്യാൻ ടേക്ക് K ഔട്ട്സൈഡ്, I0/π ഔട്ട്സൈഡ്, 3R outside. So what remains is 2 - 1 എന്ന് വരും. So the answer is K I0 π/3R എന്ന് വരും. പക്ഷേ if you look at the option നമുക്ക് μ0 ടേംസിലാണ് വേണ്ടത്. So Kക്ക് വരും I can substitute it as μ0/4π I0 π/3R എന്ന് വരും. Pi and pi will get cancelled. So the final answer is μ0 I0/12R. μ0 I0/12R is option 1. Okay? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question is, in the measurement of viscosity of liquid using terminal velocity experiment, spherical balls of same radius but having different densities are used. The variation of terminal velocity V versus sigma/P. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ 2/9 eta R² into density of solid minus density of liquid. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. So we are using balls of identical radius. So R is a constant and at the same time you are dropping the solid ball in the same liquid. So eta is also a constant. So idina what I can write is Vt is proportional to sigma minus rho എന്ന് വരും. Okay. ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ can I write like this, Vt proportional to rho into sigma/rho minus rho. ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? റോയും കട്ട് ചെയ്താൽ പഴയതുപോലെ സിഗ്മ എന്ന് വരും. നമുക്കറിയാം നമ്മൾ
എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടെർമിനൽ വെലോസിറ്റീനെയാണ്. അപ്പം വി ടി ഇസ് വൈ, ഓക്കെ, ആൻഡ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന സിഗ്മ ബൈ റോനെയാണ്. ദിസ് ഇസ് എക്സ്. സോ ദിസ് ഇസ് ഓഫ് ദ ഫോം y is equal to mx plus c ഫോമിലാണ് കിടക്കുന്നത്. ഇതിൽ എം എന്ന് പറയുന്ന സ്ലോപ്പാണ്. സ്ലോപ്പ് ഇവിടെ റോ ആണ്. സോ എം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി y ഇന്റർസെപ്റ്റ് c എന്ന് പറയുന്നത് മൈനസ് റോ ആണ്, വിച്ച് ഇസ് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പും നെഗറ്റീവ് y ഇന്റർസെപ്റ്റും ഉള്ള ഗ്രാഫാണ് വേണ്ടത്. ഓക്കെ, പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നത്. നെഗറ്റീവ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഗ്രാഫ്. ഈ ഷേപ്പ് വരുന്ന ഗ്രാഫ് ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒറിജിനിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് ഒറിജിനിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് പിന്നെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇഫ് യു എക്സ്റ്റെൻഡ് ദിസ് ഗ്രാഫ് ബാക്ക്വേർഡ് ഇറ്റ് ഇസ് ഓഫ് ദാറ്റ് ഫോം. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, യെസ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ഇനിയും നീറ്റ് എഴുതാൻ ആഗ്രഹമുള്ള കുട്ടികളോട്, അല്ലെങ്കിൽ പുതിയതായിട്ട് നീറ്റ് ആസ്പയർ ചെയ്ത് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഫിസിക്സ് ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഗ്രാഫ്സുകൾ കൂടുതൽ മാക്സിമം പഠിക്കാൻ നോക്കുക. കാരണം ഈ വർഷം മൊത്തം ഗ്രാഫ്സ് ആണ് ചോദിച്ചത്. സോ അതുകൊണ്ട് മാക്സിമം ഗ്രാഫ്സ് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. കാരണം അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 planets P1 and P2 with equal mass having radii R1 and R2, where R2 is R1 by 2, the escape velocity of the planet ആണ് ചോദിച്ചിരിക്കുന്നത്. You know that the equation for escape velocity is root of 2gm by r. ഇതാണ് escape velocity equation. So ഇതിൽ നിന്ന് escape velocity is inversely proportional to r എന്ന് വരും. So what you need is v2 by v1. So v2 by v1 is equal to root of r2 by r1 എന്ന് വരും. Okay, so R2 is R1 by 2 എന്നാണ് വന്നിരിക്കുന്നത്. സോ R1 by 2, V2 by V1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇവിടെ R1 by R2 എന്നാണ് വരുന്നത്. സോ R1 by R2, my mistake. P2 by V1 is equal to root of R1 by R2 എന്ന് വരും. So that is equal to root of R1 by R2 എന്ന് വരും R1 by 2 എന്ന് കൊടുക്കാം. R1 R1 cancel ആയിപ്പോയി. So the answer is root 2, option 3. Okay, next question. For a solar system, the time period of revolution of a planet, again ഭാഗ്യത്തിന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈം പീരീഡ് ആണ് യോജിക്കുന്നത്. അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് തേർഡ് ലോ, സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ റേഡിയസ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ആണ്, ടി ആണ് വേണ്ടത്. സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ എന്നാ വരും, പ്രൊപ്പോർഷണൽ ടു r raised to 3 by 2 എന്ന് വരും. സോ ആൻസർ ഇസ് r raised to 3 by 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 infinitely long parallel conducting wires A and B carry current I and 2I respectively in the same direction. The wire A has uniform mass per unit length lambda and lies on an insulated floor. Wire B is kept fixed at a height h above the floor. So this is wire A and that carries a current I. Okay, and this is wire B which carries a current 2I. Wire A is on the floor, wire B is up, ഇവരുടെ ഇടയിലുള്ള distance is h, alright. Wire B is kept fixed. Okay, the minimum magnitude of h so that the wire A does not rise to the floor എന്നാണ് ചോദിച്ചിരിക്കുന്നത്. As you know, when two wires carry the same current in the carry current in the same direction, they get attracted. So wire A has a tendency to go up the floor because it is being attracted by the force. But at the same time, wire has a mass, so obviously it will have a weight mg. For the wire not to go up, the force F, which is a magnetic force between the two wires, should balance with the weight of the wire. F should be equal to mg ആയിരിക്കണം. Alright, അപ്പം F നമുക്കറിയാം, ഞാൻ K വെച്ചിട്ടാണ് ചെയ്യുന്നത്. So K into 2I1 I2 by R into L, because it's a force per unit length ആണ്, into L. അതിന് വരെ μ0 by 4π എന്ന് കൊടുത്താൽ 4 and 2 ഒക്കെ കട്ടായിപ്പോൾ μ0 I1 I2 by 2R എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഞാനിങ്ങനെയാണ് എഴുതുന്നത്. ഇസിക്കൽ എം ജി ഇസ് എ വെയിറ്റ്. ഇവിടെ മാസ് തന്നിട്ടില്ല ബിക്കോസ് ദ ആൻസർ ഇസ് നോട്ട് ഇൻ ടേംസ് ഓഫ് മാസ്. പകരം ദ വയർ എ ഹാസ് യൂണിഫോം മാസ് പെർ ലെങ്ത് ലാംഡ എന്നാണ്. സോ ലാംഡ ഇസ് മാസ് പെർ ലെങ്ത്. സോ മാസ് ഇസ്
ലാംഡ ഇൻറ്റു എൽ എന്ന് വരും. ഓക്കെ, സോ മാസിന് പകരം ലാംഡ ഇൻറ്റു എൽ ജി എന്ന് വരും. ലാംഡ ലാംഡ കട്ടായിപ്പോയി. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് നോട്ട് ആർ, ഇറ്റ് ഈസ് എച്ച്. ഓക്കെ, സോ എച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2i1i2 ബൈ ലാംഡ ജി എന്ന് വരും. ഇനി കെക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എച്ച് ഇസ് ഈക്വൽ ടു കെക്ക് പകരം μ0 ബൈ 4π 2i1i2 ബൈ ലാംഡ ജി എന്ന് വരും. ഇതും കട്ടായിപ്പോയി. സോ ദ ആൻസർ ഇസ് μ0 i1 i2 ബൈ 2π ലാംഡ ജി. μ0 i1 again i1ൻ്റെ i2ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. i1 is i and i2 is 2i. So it is μ0 i into 2i by 2π lambda g. 2 ഉം 2ഉം കട്ടായിപ്പോയി. So the answer is μ0 i square pi lambda g. So μ0 i square pi lambda g. Option 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Again, a simple question. An ideal Zener diode with breakdown voltage of -3 volt is reverse biased with a negative input voltage of -5 volt. What's the magnitude of voltage difference between B and A? See, Zener is a diode which is operated in the reverse breakdown region. So the voltage across Zener should be always such that it's reverse biased. അപ്പോൾ നമ്മൾ സെനറിനെ റിവേഴ്സ് ബൈസ് ചെയ്തിരിക്കുന്ന -5 വോൾട്ട് വെച്ചാണ്. സോ യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദ -5 വോൾട്ട് ബിക്കോസ് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡയോഡ് ഇസ് റിവേഴ്സ് ബൈസ്ഡ്. സോ ദിസ് ഇസ് 5 വോൾട്ട്. ഓക്കെ, ഇത് 5 വോൾട്ട് ആണ്. ആൻഡ് സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് -3. അഗെയിൻ റിവേഴ്സ് ബൈസ് ആണെന്ന് കാണിക്കാൻ. മാഗ്നിറ്റ്യൂഡ് ഇസ് 3 വോൾട്ട്. സോ യു നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ്. 2 വോൾട്ട്. വൈ? 3 + 2 ആണ് 5 എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2 വോൾട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. In an adiabatic expansion, the temperature of 1 mole of an ideal monatomic gas with gamma is equal to 5/3 decreases from 60 Kelvin to 50 Kelvin. What is the work done during the process? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So work done during the process. Work done in the equation is nr by gamma -1 into T1 minus T2. This is the formula. T1 minus T2. 1 mole. n 1 ആണ്. R ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഗാമയുടെ വാല്യൂ ഇസ് 5/3. T1 is 60, T2 is 50, so the difference is 10. So it is 3R by 5 into 10 എന്ന് വരും. 10ഉം 5ഉം കട്ടായി ബൈ 2. So what do you get is 6R. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആറിന് പകരം 8.3 കൊടുക്കാം. If you don't want to multiply and if you need an approximate answer, because if you look at the options ഒന്നും അടുത്തടുത്തല്ല. സോ യു നോ ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ആർ 25/3 ആണ്. സോ ഇതും കട്ടായിപ്പോയി. സോ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25/3 ആണ്. സോ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അഗെയിൻ ഗാമയുടെ വാല്യൂ അല്ലല്ലോ, ഗാമ -1 അല്ലേ കൊടുക്കുന്നത്. ഓക്കെ, സോ 2/3 എന്നാണ് വരുന്നത്. സോ R by 2/3 ഇൻറ്റു 10 എന്ന് വരും. ഓക്കെ, സോ 3 മേളിൽ കയറിപ്പോൾ 3R by 2 into 10 എന്ന് വരും. 15R എന്ന് വരും. ഇനിയും ആറിന് പകരം 8.3 കൊടുക്കാം. സോ വാട്ട് ഐ എം ഡൂയിങ് ഇസ് ആറിന് പകരം 25/3 കൊടുക്കുകയാണ്. ദാറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ. സോ യുൽ ഗെറ്റ് ഇറ്റ് ആസ് 125. സോ ദ ആൻസർ ഇസ് നിയർ ടു 125, which is 124.5. Or you can put R is equal to 8.3. Doesn't matter. You'll get the answer. 124.5 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A ray of light with wavelength lambda is incident on 3 different photoelectric cells, namely 1, 2 and 3. The threshold wavelength of cell A. Cell Aയുടെ threshold wavelength is lambda 1. Cell 1ൻ്റെ threshold wavelength is lambda 1. Cell 2ൻ്റെത് lambda 2. Cell 3യുടേത് lambda 3. സെൽ 1 നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. ഇനി അവരുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് V1, V2, V3 എക്സെട്ര എന്നാണ് തന്നിരിക്കുന്നത്. സോ ദ റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഡ ആൻഡ് ദ ത്രെഷോൾഡ് വേവ് ലെങ്ത്. ലാംഡ 1 ലെസ് ദാൻ ലാംഡ. ഓക്കെ, ലാംഡ 2 ഗ്രേറ്റർ ദാൻ ലാംഡ. ലാംഡ 3 വെരി മച്ച് ഗ്രേറ്റർ ദാൻ ലാംഡ. ഇതാണ് ത്രെഷോൾഡ് വേവ് ലെങ്ത്. വാട്ട് ഈസ് ത്രെഷോൾഡ് വേവ് ലെങ്ത്?
It is a maximum wavelength that can be incident for photoelectric emission to take place. Threshold wavelength എന്ന് പറയുന്നത് മിനിമം വേവ് ലെങ്ത് അല്ല. നമ്മുടെ സപ്പോസ് ത്രഷോൾഡ് വേവ് ലെങ്ത് 100 ആണെങ്കിൽ 100-നേക്കാൾ കൂടുതൽ കൊടുത്താൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. 100-ലും കുറവായിരിക്കണം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് കേസിൽ ത്രഷോൾഡ് വേവ് ലെങ്തിനേക്കാൾ ത്രഷോൾഡ് വേവ് ലെങ്ത് കുറവും അപ്ലൈഡ് വേവ് ലെങ്ത് കൂടുതലുമാണ്. ഓക്കെ, ത്രഷോൾഡ് വേവ് ലെങ്ത് ഇസ് ലെസ് ദാൻ അപ്ലൈഡ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ അപ്ലൈഡ് വേവ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് വേവ് ലെങ്ത്. ഇവിടെ ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടന്നില്ലെങ്കിൽ ഇലക്ട്രോണെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ ഓൾറെഡി അറ്റ് റെസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് കേസിലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ V1 0 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് λ2 ഗ്രേറ്റർ ദാൻ ലാംഡ, അതായത് ത്രഷോൾഡ് വേവ് ലെങ്തിനേക്കാൾ കുറവാണ് അപ്ലൈഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. നമുക്കറിയാമല്ലോ, അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ E is equal to H50 plus ½ mv² ആണ്. ½ mv² പകരം E into V0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക, കൊടുത്ത എനർജി 10 ജൂള്, ഇവന് 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 5 ആയിരിക്കത്തില്ല, ആയിരിക്കും. ഇനി കൊടുത്ത എനർജി 15 ആണെന്ന് വിചാരിക്കാം, ഇത് 5 തന്നെയാണ്, ഇത് 10 ആയിരിക്കത്തില്ല, ആണ്. അപ്പം മെറ്റൽ 3 നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൊടുത്ത വേവ് ലെങ്ത് ഇസ് വെരി മച്ച് ലെസ് ദാൻ ത്രഷോൾഡ് വേവ് ലെങ്ത്. നമുക്കറിയാം എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ hc/λ ആണ്. കൊടുത്ത വേവ് ലെങ്ത് വളരെ വളരെ കുറവാണെങ്കിൽ എനർജി വളരെ വളരെ കൂടുതലായിരിക്കും. എനർജി കൂടിയാൽ വർക്ക് ഫങ്ഷൻ കഴിഞ്ഞ് കൂടുതൽ എനർജിയോടായിരിക്കും പുറത്തു വരുന്നത്, ഇലക്ട്രോൺ പുറത്തു വരുന്നത്. അപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്യാനും കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കേസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ V3 വിൽ ബി ഗ്രേറ്റർ ദാൻ V2, V1 0 ആണ്. സോ V3 ഗ്രേറ്റർ ദാൻ V2, V1 0 വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ ഒരു പ്രഷറിൽ നിങ്ങൾ ചിന്തിക്കുമ്പം ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രീക്വൻസി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ലായിരുന്നു, കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ വേവ് ലെങ്ത് വന്നുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കൂടും, അപ്പോൾ വേവ് ലെങ്തിനനുസരിച്ച് കുറയും. അപ്പം ഈ കേസിലാണ് വേവ് ലെങ്ത് കുറവ്, അപ്പോൾ അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ എഗെയിൻ λ3 ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ലാംഡ എന്നാണ് പറയുന്നത്. അതായത് അപ്ലൈ ചെയ്ത വേവ് ലെങ്ത് കുറഞ്ഞാൽ എനർജി കൂടും, അപ്പോൾ വർക്ക് ഫങ്ഷൻ കഴിഞ്ഞ് വെളിയിൽ വരുന്ന പാർട്ടിക്കിളുടെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ആവശ്യമാണ്. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എസ്പെഷ്യലി ഒരു പ്രഷേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിവേസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ഈച്ച് ഹാവിംഗ് 20 ഇലക്ട്രോൺ വോൾട്ട് എനർജി മൂവ് ഇൻ ഫ്രീ സ്പേസ്. ദ റേഷ്യോ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ടു ദ ലീനിയർ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ലീനിയർ മൊമെൻറ്റം ഡിവൈഡ് ബൈ ഫോട്ടോണിൻ്റെ ലീനിയർ മൊമെൻറ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, for a photon energy is hc/λ. അതിൽ h/λ ആണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പം E/c ആണ് മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E/c. ഓക്കെ, ഇനി മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ കാണാൻ സാധാ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ √2m into energy, √2me എന്ന് കൊടുക്കാം. സോ ദിസ് ബിക്കംസ് √2me എന്ന് വരും. സി മേളിൽ കയറിപ്പോയി c ഇൻറ്റു √2me/e² എന്ന് വരും. ഇയും e² കട്ടായിപ്പോയി. സോ ദ ഇക്വേഷൻ ഇസ് c ഇൻറ്റു √2m/e. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം
സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ ആണ്. 2 ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത് 9 × 10⁻³ എന്നാണ്. E is 20 electron volt. So it is 20 into 1.6 into 10⁻⁻19 എന്ന് വരും. So 2ഉം ഇതും കട്ടായി പോയി. So it becomes 3 into 10⁸ into root of 9 into ഈ 0 1.6 ചെയ്യുമ്പോൾ 16 എന്ന് വരും. ഓക്കെ, ഇൻറ്റു -31 -19. ഓക്കെ, സോ 31 + 19 എന്ന് വരും. -31 + 19 -12 എന്ന് വരും. So it becomes 3 into 10⁸ into 3/4 into 10⁻⁻6 എന്ന് വരും. ഓക്കെ, സോ ബാക്കി ഞാൻ മുകളിൽ എഴുതുവാണ്. 3 × 3 = 9. 9/4 into 10⁸ into 10⁻⁻6 is 10² 100. 100ഉം 4ഉം കട്ടായി പോകും 25. 25 into 9 is 225. So the answer is option 3, 225. അപ്പം ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ഫോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എനർജി സെയിം ആണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ C × √2m/e ആണ്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, 225 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിക്വയർ ഇൻഡെക്സ് കറക്ഷൻ? ആക്ച്വലി ഇൻഡെക്സ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല. എൻ കറക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റിൽ യു നോ എൻ കറക്ഷൻ, പക്ഷേ ഇൻഡെക്സ് കറക്ഷൻ എന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പല ഫിസിക്സ് ലാബ്സിലും ചില ലാബ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം മിക്ക ഇതിനകത്ത് എല്ലാ എക്സ്പെരിമെൻറ്റും നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് യൂസിങ് എ മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റിൽ ഒരിടത്തും നിങ്ങൾ എന്ത് കണ്ടിട്ടില്ല? ഇൻഡെക്സ് കറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ട് പോലില്ല. അപ്പോൾ ഇതൊരിക്കലും വരില്ല. അടുത്തത് മെഷർമെൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ യൂസിങ് സിമ്പിൾ പെൻഡുലം. അവിടെ നിങ്ങൾ ഇൻഡെക്സ് കറക്ഷൻ കണ്ടിട്ടില്ല. മെഷർമെൻറ്റ് ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് യൂസിങ് റെസൊണൻസ് ട്യൂബ്. അവിടെ നിങ്ങൾ എന്താണ് കേട്ടിരിക്കുന്നത്? എൻ കറക്ഷൻ ആണ് കേട്ടിരിക്കുന്നത്, നോട്ട് ഇൻഡെക്സ് കറക്ഷൻ. സോ വാട്ട് ഈസ് ഇൻഡെക്സ് കറക്ഷൻ എന്ന് ചോദിച്ചാൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് യൂസിങ് ആൻ ഒപ്റ്റിക്കൽ ബെഞ്ച് ആണ്. ഇപ്പോൾ എന്താണ് ഇൻഡെക്സ് കറക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേർ ഇതിപ്പോൾ ഒരു ലെൻസ് ആണെങ്കിൽ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ഇമേജ് ഉണ്ടാകുന്ന ഫോക്കസിലാണ്. അപ്പോൾ ഇതാണ് ഫോക്കസ് എങ്കിൽ ഫോക്കൽ ലെങ്ത് ആയിട്ട് നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ആക്ച്വലി ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായല്ലോ? അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ആണ്. പക്ഷേ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ലെൻസ് വളരെ തിൻ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ നിഗ്ലക്റ്റ് ചെയ്യാം. പക്ഷേ ആക്ച്വലി ദർ ഇസ് സംതിങ് കോൾഡ് ഇൻഡെക്സ് കറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അവസാനം ആ തിക്നെസ്സിൻ്റെ പകുതി എടുക്കണം. അതായത് ഇപ്പം ഇത് ഫുൾ 5 ആണെങ്കിൽ ഒരു 2.5 അങ്ങനെ 5 തിക്നെസ് ഉള്ള ലെൻസ് ഒന്നും ഉപയോഗിക്കാറില്ല. എന്നാലും ഞാൻ പറയുകയാണ് 2.5 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് കോൾഡ് എൻ കറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. പക്ഷെ ഇത് മിക്കവരും ചെയ്യും. കാരണം ഇതും അല്ലാന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. അപ്പോൾ 3 വരത്തുള്ളൂ. പക്ഷേ ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഇത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇൻഡെക്സ് കറക്ഷനും എൻ കറക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ചിലപ്പോൾ ഓപ്ഷൻ 4 എഴുതിയില്ലെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ്. ഓൾറൈറ്റ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഗെയിൻ കണ്ടു കഴിഞ്ഞാൽ തൊടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അവർ ഇപ്പം നമ്മൾ പറയാണ് ഇത് എന്ത് പാടാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ യൂണിറ്റ് പോസിറ്റീവ് പോയിന്റ് ചാർജ് ഇസ് ടേക്കൺ സ്ലോലി ആൻഡ് ഇൻഫൈനിസിമലി തിൻ ട്യൂബ്. ഇതൊരു വളരെ തിന്നായിട്ടുള്ളൊരു ട്യൂബാണ്. ഈ ട്യൂബിൽ കൂടെ ഒരു പോയിന്റ് ചാർജ് അകത്തേക്ക് കയറ്റി വിടുകയാണ്. പക്ഷേ ഈ ട്യൂബ് ഒരു ഡൈലക്ട്രിക് ഇൻസൈഡ് എ ചാർജ് ഡൈലക്ട്രിക് സ്പിയർ ഓഫ് റേഡിയസ് r. ഇതൊരു ഡൈലക്ട്രിക് സ്പിയർ ആണ്. ഓക്കെ, പോസിറ്റീവ് സർഫസ് ചാർജ് ഡെൻസിറ്റി റോ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ചാർജ് ആണ് എയും ബി എന്ന് പറയുന്നത്. Distances 2r and 3r from the center of the sphere. In this process, the magnitude of total work done on the point charge is rho r square by n epsilon 0. The value of n ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്കാണ്. ദാറ്റ്സ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വർക്ക് ഡൺ. ദാറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സ്പിയർ. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദാറ്റ്
ഡൈലക്ട്രിക് ട്യൂബ് ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഫോളോഡ്. ഇങ്ങനെ കൊണ്ടുപോയാലും ട്യൂബിൽ കൂടെ അല്ലാതെ കൊണ്ടുപോയാലും വർക്ക് ഡൺ സെയിം ആയിരിക്കും. അപ്പം യു ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് വാട്ട് ഈസ് ഇൻസൈഡ് ദാറ്റ് ട്യൂബ്. ആ ട്യൂബിനകത്ത് എന്താണ്, ട്യൂബ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതൊന്നും വർക്ക് ഡണ്ണിനെ മാറ്റത്തില്ല. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് എ ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ബി ആൻഡ് സബ്ട്രാക്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നമുക്കറിയാം, KQ/R ആണ്. ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല. സോ V is equal to K is 1/4πε0. Q എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജാണ്. സോ ഓക്കെ, കാരണം കൊണ്ടുപോകുന്നത് പോയിന്റ് ചാർജാണ്. പോയിന്റ് ചാർജിനെ കൊണ്ടുപോകാൻ ആരുടെ ഫീൽഡിൽ കൂടെ കൊണ്ടുപോകുന്നത്, ഇവൻ്റെ ഫീൽഡിൽ കൂടെ. അപ്പോൾ ഇവൻ്റെ ചാർജാണ് വേണ്ടത്. ഇവൻ്റെ ചാർജ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് ഇവൻ്റെ ചാർജ്. വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആണ് തന്നിരിക്കുന്നത്. സോ റോ ഇൻറ്റു വോളിയം ഇസ് 4/3πR3. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/ρ ഇൻറ്റു 4/3πR3 ഇൻറ്റു റോ. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്മോൾ r. സോ 4πയും 4πയും കട്ടായി പോയി. സോ വാട്ട് റിമെയിൻസ് ഇസ് V is equal to R³ റോ ബൈ 3ε0 സ്മോൾ ലെറ്റർ r എന്ന് വരും. ഇനി നമുക്ക് വേണ്ടത് എയിലെ പൊട്ടൻഷ്യലാണ്. എയിലെ പൊട്ടൻഷ്യൽ വിൽ ബി R³ റോ ഡിവൈഡ് ബൈ 3ε0 ഇൻറ്റു എ എന്ന് പറയുന്ന പോയിന്റ് സെൻറ്ററിൽ നിന്ന് 2r ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. 2r, ആറും ഇതും കട്ടായി പോയി. സോ ഇറ്റ് ബിക്കംസ് R² റോ ബൈ 6ε0 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ബിയിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. സോ ബിയിലെ പൊട്ടൻഷ്യൽ വിൽ ബി R³ റോ ബൈ 3ε0 ഇൻറ്റു 3r എന്ന് വരും. ആറും ഇതും കട്ടായി പോയി. സോ വാട്ട് റിമെയിൻസ് ഇസ് R² റോ ബൈ 9ε0 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് വർക്ക് ഡൺ ആണ് കാണേണ്ടത്. വർക്ക് ഡൺ കാണാൻ W is equal to VB minus VA, കാരണം എ നിന്ന് ബിയിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് യു ക്യാൻ ടേക്ക് R² റോ ബൈ ε0 ഔട്ട്സൈഡ് 1/9 മൈനസ് 1/6 എന്ന് വരും. ഓക്കെ, സോ അത് ചെയ്യുക. You'll get a negative sign, പക്ഷേ you are asked to calculate the magnitude of total work done. അതുകൊണ്ട് സൈൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. R² റോ ബൈ ε0 ഇൻറ്റു LCM 18 എടുക്കാം. 18/9 is 2, 18/6 is 3, 2 minus 3 is -1, പക്ഷേ 1 എന്ന് എടുത്താൽ മതി. സോ ദ ഫൈനൽ ആൻസർ ഇസ് R² റോ ബൈ 18ε0 എന്ന് വരും. സോ ദാറ്റ് ഇസ് ദ വാല്യൂ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന R² റോ ബൈ n ε0 എന്നാണ്. സോ ദ വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് 18 ആണ്. സോ ഇങ്ങനത്തെ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ നീറ്റിന് എക്സ്പെക്റ്റ് ചെയ്യാറില്ല, പക്ഷെ ചോദിച്ചു. ആൻഡ് ചോദിച്ചതും എഗെയിൻ ക്വസ്റ്റ്യൻ ഒരു രീതിയിലും അറ്റംപ്റ്റ് ചെയ്യരുത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ആ ട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ട്യൂബ് പറഞ്ഞോട്ടെ കുഴപ്പമില്ല, അതൊരു ഡൈലക്ട്രിക് ട്യൂബാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. ഇത് ഭയങ്കര പാടായിരിക്കും എന്നാണ്. പക്ഷെ അല്ല, ഭയങ്കര സിമ്പിളാണ്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു. എനിവേസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ 3 മീഡിയം PQR. ഇത് മീഡിയം P ആണ്, അത് എയർ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഇത് Q ആണ്, അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.25 ആണ്. ഇത് R ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന റീജിയൻ ക്യൂവിൻ്റെ തിക്നെസ് 5 ആണ്. Q having thickness 5 cm is placed between the extended medium of P and R as shown in the figure. An object O is placed at the center. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് വ്യൂഡ് ഫ്രം P എന്നാണ്. P എന്ന് നോക്കി. P എന്ന് നോക്കുമ്പം ശരിക്കും P എന്ന് നോക്കുമ്പം ഇവൻ്റെ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 ആണ് അല്ലേ? നമ്മളങ്ങനല്ലേ പഠിച്ചിരിക്കുന്നത്. അതായത് ഈ ഒബ്ജക്റ്റ് മിഡ് പോയിന്റ് വെക്കാന്ന് പറഞ്ഞാൽ 2.5 ആണ്. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ 2.5-നേക്കാളും റേസ് ചെയ്ത് നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതിനെയാണ് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം അപ്പാരന്റ് ഡെപ്ത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ റിയൽ ഡെപ്ത് ബൈ n ആണ്. അപ്പോൾ നമുക്ക് അപ്പാരന്റ് ഡെപ്ത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? h1 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ h1 is equal to റിയൽ ഡെപ്ത് is 2.5 ബൈ n. n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓഫ് ദ മീഡിയം ഫ്രം വിച്ച് ഇറ്റ് ഇസ് വ്യൂഡ്. അതായത് ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് എയറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. അപ്പം ഞാനിവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ക്യൂവിലാണ്, നോക്കുന്ന പിയിലാണ്. സോ ഇറ്റ് ഇസ് NQP. ഇതാണ് ഫോർമുല.
So H1 is equal to 2.5 by NQP is NQ by NP. NQ is 1.25, NP is 1. So 1.25 എന്ന് വരും, ഇത് 2 എന്ന് വരും. ഇതാണ് H1. ഇനി ഞാൻ നോക്കുന്നത് ഇവിടുന്നാണ് നോക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോഴും രണ്ടിൻ്റെയും റിയൽ ഡെപ്ത് 2.5 ആണ്. ഇപ്പം H2 is 2.5 ആൻഡ് N എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്ന ക്യൂവിൽ എവിടെ നിന്നാണ് നോക്കുന്ന ആറിൽ നിന്ന്. സോ NQR എന്ന് വരും. സോ NQR എന്ന് വരും. സോ ഇറ്റ് ഇസ് 2.5 ബൈ NQ is 1.25 ഡിവൈഡ് ബൈ NR is 1.5. 1.5 മേളിൽ പോവും. 1.5 ഇൻറ്റു 2.5 ബൈ 1.25 എന്ന് വരും. 3 എന്ന് വരും. ഇപ്പം H1 2ഉം H2 3യുമാണ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് മോഡുലസ് ഓഫ് H1 മൈനസ് H2 ആണ്. 2 മൈനസ് 3 1 എന്ന് വരും ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ 1. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. എഗെയിൻ ഒരെണ്ണത്തിൻ്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ നമുക്ക് സഹിക്കാം. അപ്പാരന്റ് ഡെപ്ത് ഇത് രണ്ടെണ്ണത്തിൻ്റെ കാണണം, അവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എ ഫ്രിക്ഷൻലെസ് സർക്കുലർ വയർ ഓഫ് യൂണിറ്റ് റേഡിയസ് ഇസ് ഫിക്സ്ഡ് അറ്റ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതൊരു സർക്കുലർ വയർ ആണ്. ഓക്കെ, 2 point പാർട്ടിക്കിൾസ് ഓഫ് യൂണിറ്റ് മാസ് സ്റ്റാർട്ട് മൂവിങ് സൈമിൾട്ടേനിയസ്ലി ഫ്രം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 പോയിന്റ്സ് പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യണം. പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പം വിത്ത് ഐഡന്റിക്കൽ യൂണിഫോം സ്പീഡ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇനിഷ്യൽ മൊമെൻ്റ് എത്രയായിരിക്കും പിള്ളേരെ? 0. കാരണം ഇവൻ ഇങ്ങോട്ടും ഈക്വൽ വെലോസിറ്റിയിൽ. അപ്പോൾ ഇത് പി ആണെങ്കിൽ ഇത് -p ആയിരിക്കും. സോ ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത്ര മാത്രം മതി. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന മൊമെൻറ്റവും തീറ്റയും തമ്മിലുള്ള ഗ്രാഫാണ്. തുടക്കത്തിൽ തീറ്റ 90 ആണ്, കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, തീറ്റ 90 ആകുമ്പം P 0 ആണ്. തീറ്റ 90 ആകുമ്പം P 0. തീറ്റ 90 ആകുമ്പം P 0 അല്ല ഇവിടെ. തീറ്റ 90 ആകുമ്പം P ഇവിടെ 0 അല്ല. തീറ്റ 90 ആകുമ്പം P ഇവിടെ 0 അല്ല. ഈ ഒരു ഗ്രാഫിൽ മാത്രമാണ് തീറ്റ 90 ആകുമ്പം P 0 ആകുമ്പോൾ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. പക്ഷേ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ പറ്റിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഒരു മാത്തമാറ്റിക്കൽ മൈൻഡിൽ നോക്കിയാൽ മാത്രം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The temperature of a metallic sphere of radius r is increased by small amount delta T. The linear coefficient of thermal expansion is alpha. Approximate increase in volume ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഗാമ V0 ഡെൽറ്റ ടി. ഇതാണ് ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ ഫോർമുല. ഗാമയ്ക്ക് വരെ നമുക്ക് 3α എന്ന് എഴുതാം. ഇതൊരു സ്ഫിയർ അല്ലേ. V0യുടെ ഫോർമുല എന്ന് പറയുന്നത് 4/3 പൈ r³ ആണ് ഇൻറ്റു ഡെൽറ്റ ടി. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. സോ ദ ഫൈനൽ ഇക്വേഷൻ ഇസ് 4 പൈ r³ ആൽഫ ഡെൽറ്റ ടി എന്ന് വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3, 4 പൈ r³ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A cylindrical cork of uniform density floats on a liquid of density ρ1. If the cork is depressed and slightly released, it oscillates simple harmonically. നമുക്കറിയാം ഒരു കോർക്ക് വെള്ളത്തിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ T1 by T2 will be root of density. Okay, is equal to root of ρ2 by ρ1 എന്നാണ് വരുന്നത്. ഫസ്റ്റ് കേസിലെ ടൈം പീരീഡ് T ആണ്. ഈ സെയിം കോർക്കിനെ ഫ്ലോട്ട്സ് ഇൻ അനദർ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ρ. സെക്കൻഡ് കേസിലെ ടൈം പീരീഡ് 2T ആണ്. അപ്പോൾ T by 2T is equal to root of ρ2 by ρ1. So T and T കട്ടായി പോയി. സ്ക്വയർ ബോത്ത് സൈഡ്സ് 1/4 is equal to ρ2 by ρ1 എന്ന് വരും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4, 1/4. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. 1 mean scale division of a vernier caliper is equal to 1 millimeter and the number of divisions on the vernier scale is 10. When both jaws touch each other. When both jaws touch each other എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പം 0 of the vernier should coincide with 0 of the main scale ആയിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് vernier scale shifts to the left of 0 എന്നാണ് പറയുന്നത്. If vernier shift to the left of 0, എറർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എറർ നെഗറ്റീവ് ആണെങ്കിൽ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ,
അപ്പം ആക്ച്വൽ റീഡിംഗ് എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ പ്ലസ് കറക്ഷൻ ആയിരിക്കും. പ്ലസ് കറക്ഷൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Fourth vernier division coincides with the division on the main scale if the vernier caliper measures the length of the wire to be 1 centimeter. Vernier caliper measure ചെയ്യുന്ന ലെങ്ത് 1 centimeter ആണ്. പക്ഷെ ആക്ച്വൽ റീഡിംഗ് എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ ഒരു കറക്ഷനും കൂടെ കാണും. അപ്പം 1ൻ്റെ കൂടെ ഒരു കറക്ഷനും കൂടെ വരുമ്പം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1ൽ കൂടുതലായിരിക്കും. ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദീസ് ഓപ്ഷൻസ്, 1ൽ കൂടുതൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇറ്റ് ഈസ് 1.04 സെൻറ്റിമീറ്റർ. ആൻസർ ഇസ് ഓപ്ഷൻ 4. ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. തുടക്കത്തിലെ കഥയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. എറർ നെഗറ്റീവ് ആയതുകൊണ്ട് കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ട്രൂ മെഷേർഡ് വാല്യൂ പ്ലസ് ഒരു സാധനം കൂടെ വരും. എറർ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ കറക്ഷൻ നെഗറ്റീവ് ആയിരുന്നേനെ. കറക്ഷൻ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ട്രൂ വാല്യൂ കാണാൻ മെഷേർഡ് വാല്യൂ മൈനസ് സംതിങ് എന്ന് വന്നേനെ. അങ്ങനെ വന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം 3 ഓപ്ഷനും മൈനസ് 1ൽ കുറവാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1ൽ കൂടുതൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A solid sphere A of radius r and mass m is attached at a point to a smaller solid sphere B. ഇവിടെ 2 solid sphere ഉണ്ട്. Assuming the line joining the center of masses of the horizontal line, the moment of inertia of the system calculated about a vertical axis passing through A is IA എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എയുടെ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് എ ആണ് നമുക്ക് കാണേണ്ടത്. ആക്സിസ് എ വെച്ച് നോക്കുമ്പം ഈ സാധനം അതിൻ്റെ ഡയമീറ്ററിൽ കൂടാണ് പാസ് ചെയ്യുന്ന സോളിഡ് സ്പിയർ ആണ്. 2/5 × mr² എന്ന് വരും. പ്ലസ് പക്ഷേ ഇവൻ്റെ ആക്സിസ് ഇവൻ്റെ സെൻറ്ററിൽ കൂടെ അല്ല പോകുന്നത്. അപ്പോൾ ഇവനൊരു പാരലൽ ആക്സിസ് വരച്ചാൽ ആ ആക്സിസിന് പാരലായിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി I is equal to ICM plus MD². ഇതാണ് ഫോർമുല. ICM is 2/5 small m into small r². ഓക്കെ, പ്ലസ് m into d എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്, വിച്ച് ഇസ് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r. അപ്പോൾ എന്നാ വരും? 2/5 mr² പ്ലസ് m ഇൻറ്റു ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r എന്ന് വരും. ഇതാണ് IA എന്ന് പറയുന്നത്. ഇനി IB കാണാൻ, B എന്ന് പറയുന്ന ആക്സിസ് ഈ കുഞ്ഞ് സ്പിയറിൻ്റെ സെൻറ്ററിൽ കൂടാണ് പോകുന്നത്. സോ ഇറ്റ് ഇസ് 2/5 mr². പക്ഷേ വലിയ സ്പിയറിൻ്റെ പാരലൽ ആക്സിസ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നേരത്തെ പോലെ തന്നെ 2/5 m ക്യാപിറ്റൽ R² പ്ലസ് m ഇൻറ്റു R പ്ലസ് R എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന IA മൈനസ് IB ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. IA ഇസ് 2/5 ക്യാപിറ്റൽ mr² പ്ലസ് 2/5 സ്മോൾ mr². ഓക്കെ, മൈനസ് ഇത്രോ, ഇപ്പം എല്ലാം സൈൻ മാറും. മൈനസ് 2/5 m സ്മോൾ r² മൈനസ് 2/5 m ക്യാപിറ്റൽ R² മൈനസ് ഇവിടെ ഒരു ടേമും കൂടെ ഉണ്ട് കേട്ടോ. സോ ആ ടേം വാസ് ഇവിടെ ഒരു ടേമും കൂടെ ഉണ്ട്, പ്ലസ് m ഇൻറ്റു R പ്ലസ് R എന്നൊരു ടേമും കൂടെ ഉണ്ട്. ഓക്കെ, മൈനസ് ക്യാപിറ്റൽ M ഇൻറ്റു R പ്ലസ് R എന്നും കൂടെ വരും. സോ 2/5 mr²ഉം 2/5 mr² കട്ടായിപ്പോയി. 2/5 m സ്മോൾ r²ഉം 2/5 m സ്മോൾ r² കട്ടായിപ്പോയി. ബാക്കിയുള്ളത് m ഇൻറ്റു R പ്ലസ് ആറും ഉണ്ട്, ക്യാപിറ്റൽ M ഇൻറ്റു R പ്ലസ് ആറും ഉണ്ട്. ഇതിനകത്തുനിന്ന് R പ്ലസ് ആറ് കോമൺ എടുത്താൽ സ്മോൾ m മൈനസ് ക്യാപിറ്റൽ M ഇൻറ്റു സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവിടെ MD² അല്ലേ? ഓക്കെ, സ്ക്വയർ ഉണ്ട് ഇവിടെ. R പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദ ആൻസർ ഇസ് സ്മോൾ m മൈനസ് ക്യാപിറ്റൽ M ഇൻറ്റു R പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ക്യാപിറ്റൽ M മൈനസ് സ്മോൾ m കിടപ്പുണ്ട്, ഇത് തെറ്റാണ്. സോ സ്മോൾ m മൈനസ് ക്യാപിറ്റൽ M ഇൻറ്റു R പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. കൺസിഡർ എ സ്പ്രിംഗ് മാസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഇൻ 1 dimension. സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. M is
in kg and spring constant k ആണ്. At a given extent, the extent of this extension on the spring is x and the speed of the particle is v. xv plane, if the graph is a function, if the graph of v as a function of x, so graph of v as a function of x, okay, വരച്ചാൽ you get a circle എന്നാണ് പറയുന്നത്. You know that ഒരു സ്പ്രിങ് ഇങ്ങനെ നിൽക്കുമ്പം അവൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. ഇവനെ താഴേക്ക് വലിക്കുന്നതിനനുസരിച്ച് എക്സ്റ്റൻഷൻ കൂടുന്നു, അപ്പോൾ കൈനറ്റിക് എനർജി കുറയുന്നു, പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. പിന്നെ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതൊരു ഇൻസ്റ്റൻറ്റിലെയും ടോട്ടൽ എനർജിയായ ഇ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, വിച്ച് ഇസ് കൈനറ്റിക് എനർജി is half mv², okay, plus elastic potential energy is half k x². Okay, so നമുക്ക് ത്രൂ ഔട്ട് 2h മൾട്ടിപ്ലൈ ചെയ്യാം. 2e is equal to mv² പ്ലസ് k x² എന്ന് വരും. 2e വെച്ച് ഡിവൈഡ് ചെയ്താൽ mv² by 2e is plus k x² by 2e is equal to 1 എന്ന് വരും. Or I can write it as v² by 2e by m plus x² by 2e by k is equal to 1. This is of the form x² by a² plus y² by b² is equal to 1. അപ്പോൾ ഇതൊരു എലിപ്സ് ആയിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി ആൻ എലിപ്സ്. എലിപ്സിൻ്റെ മേജർ ആക്സിസിൻ്റെ ലെങ്ത് എയും സെമി മൈനർ ആക്സിസിൻ്റെ ലെങ്ത് ബിയും ആണ്. പക്ഷേ ഈ എലിപ്സ് ഒരു സർക്കിളായി മാറുമ്പം എയുടെയും ബിയുടെയും വാല്യൂ സെയിം ആയിരിക്കും. അതെന്തായിരിക്കും? 6 ആയിരിക്കും. ഇപ്പം നോർമൽ കേസിൽ ഇതൊരു എലിപ്സ് ആണ്. ഇതൊരു സർക്കിൾ ആകണമെങ്കിൽ, ഇഫ് യു വാണ്ട് ഇറ്റ് ടു ബി എ സർക്കിൾ, ദെൻ ഈ രണ്ട് സാധനം സെയിം ആയിരിക്കണം. സോ ഐ ക്യാൻ റൈറ്റ് ഫോർ എ സർക്കിൾ എ ഷുഡ് ബി ഈക്വൽ ടു ബി, okay, or a² should be equal to b². So I can write 2e by m is equal to 2e by k എന്ന് വരും. So you'll get k is equal to m എന്ന് കിട്ടും. So the answer is option 2, k is equal to m. Clear ആയോ? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ലെൻസ് കോമ്പിനേഷൻ. ഇത് ഭയങ്കര സിമ്പിളാണ്, കാരണം നമ്മൾ NCERT തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. 2 അല്ല 3, 4 ലെൻസ് വരുന്നവരെ കേസ് ജയിച്ചിട്ടുണ്ട്. എനിവേസ്, ലെൻസ് കോമ്പിനേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. L1 L2ൻ്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. ഇവൻ്റെ ഫോക്കൽ ലെങ്ത് 10, ഇവൻ്റെ ഫോക്കൽ ലെങ്ത് -10. ഫൈനൽ ഇമേജിൻ്റെ പൊസിഷനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ലെൻസ് 1ന് ലെൻസ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാം. ലെൻസ് 1ൽ നമ്മുടെ ഒബ്ജക്റ്റ് നിൽക്കുന്നത് 30 സെൻറ്റിമീറ്ററിലാണ്, -30. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഇസ് 10. നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1/v minus 1/u is equal to 1/f ആണ്. സോ 1/v is equal to 1/f, 1/10 plus 1/u, 1/-30. സോ 1/v is equal to 30 LC ആയിട്ട് എടുത്താൽ 3 minus 1. 1/v is equal to 2/15, 2/30, 1/15. v is equal to 15 എന്ന് വരും. അതായത് ഈ ലെൻസിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഇവൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അത് ഇൻവേർട്ടഡ് ആയിരിക്കാം, അത് നമ്മൾ കാണിക്കുന്നില്ല. സോ എന്തായാലും ഇവൻ്റെ ഇമേജ് ഉണ്ടായിരിക്കുന്നത്, അതിനെ I' എന്ന് വിളിക്കാം. ഈ I' ലെൻസ് 2ന് ഒരു വെർച്വൽ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലെൻസ് 2 ഈ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം യു എന്ന് പറയുന്നത് ഇത് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. പക്ഷെ നിങ്ങൾക്കറിയാം ലെൻസ് 1ൽ നിന്നാണ് 15 സെൻറ്റിമീറ്റർ ദൂരം നിൽക്കുന്നത്. ലെൻസ് 2ൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും, കാരണം ഇവരുടെ ഇടയിൽ ഒരു 3 ഗ്യാപ്പ് ഉണ്ട്. സോ 15 minus 3 പ്ലസ് 12, കാരണം അത് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയും ലെൻസ് 2ൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, -10 ആണ്. സോ വി ആണ് കാണേണ്ടത്. സോ 1/v is equal to 1/f, 1/-10 പ്ലസ് 1/u പ്ലസ് 1/12 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 12 minus 10 by
minus 120 എന്ന് വരും. ഓക്കെ, സോ 1/v is equal to, or v is equal to minus 120/2 which is equal to minus 60. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കായിരിക്കും നിൽക്കുന്നത്. സോ 20 സെൻറ്റിമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് കോൺകേവ് ലെൻസ്, തെറ്റ്. 60 സെൻറ്റിമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് കോൺകേവ് ലെൻസ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An AC voltage V is equal to 220 sin 2 into 10 raised to 3t എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ V is equal to V0 sin omega t. ഇതിൽ നിന്ന് V0 is 220 and omega is 2 into 10 raised to 3. കറണ്ട് ആംപ്ലിറ്റ്യൂഡ് I0 ആണ് കാണേണ്ടത്. I0 is V0 by Z എന്നാണ് വരുന്നത്. ഇസഡ് കാണണമെങ്കിൽ എക്സലും എക്സിയും വേണം. നമുക്ക് ആദ്യം എക്സൽ കാണാം. എക്സൽ ഇസ് എൽ ഒമേഗ, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 മില്ലി ഹെൻറി ആണ്. 10 into 10 raised to minus 3 into omega is 2 into 10 raised to 3. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. 20 ഓം എന്ന് വരും എക്സൽ. നമുക്ക് എക്സി ആണ് വേണ്ടത്. എക്സി ഇസ് 1/c ഒമേഗ. ഓക്കെ, ആർ ഓൾറെഡി തന്നിട്ടുണ്ട്, 100 ഓം ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പം എക്സി ഇസ് 1/c ഒമേഗ. സോ ഇറ്റ് ഇസ് 1/c is 25 microfarad, 25 into 10 raised to minus 6 into omega is 2 into 10 raised to 3. So it is 1/50. 25 into 50. 10 raised to minus 6 into 10 raised to 3 is 10 raised to minus 3. പക്ഷേ അത് ഡിനോമിനേറ്ററിലാണ്, അത് മുകളിലേക്ക് പോകുമ്പോൾ 10 raised to plus 3 ആവും. സോ 10 raised to plus 3 എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ ഇതും 20 ഓം എന്ന് തന്നെ വരും. അതിൻ്റെ അർത്ഥം എക്സലും എക്സി ഈക്വൽ ആണ്. എക്സലും എക്സി ഈക്വൽ ആണെങ്കിൽ റെസണൻസ് ആണ്. ഇസഡ് എന്ന് പറയുന്ന R ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ആണ്. I0 ആണ് കാണേണ്ടത്. I0 is V0. V0 is 220 by Z is R. R is 100. So the answer is 2.2 ampere എന്ന് വരും. ഓപ്ഷൻ 1 ആണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2.2 ampere is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. A thin horizontal disk is rotating about a vertical axis passing through its center. ഇപ്പോൾ ഇതൊരു ഫിക്സ്ഡ് സാധനമാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംഗുലാർ മൊമെൻ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ ഡബിളാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. നമുക്കറിയാം ആംഗുലാർ മൊമെൻ്റം അബൌട്ട് എ പോയിന്റ് ഓഫ് an object rotating is LCM plus R cross P ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് എം ഇൻറ്റു വി സി എം ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്താലും അതിൻ്റെ ആക്സിസ് സെൻറ്ററിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറുന്നില്ല, ആക്സിസ് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ പി 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിരിക്കും. അപ്പോൾ എൽ എന്ന് പറയുന്നത് LCM എന്ന് തന്നെ കിട്ടും. അതിൻ്റെ അർത്ഥം പോയിന്റിൻ്റെ ഡിസ്റ്റൻസുമായിട്ട് ഈ ഇക്വേഷന് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അർത്ഥം എയിലെ ആംഗുലാർ മൊമെൻറ്റവും ബിയിലെ ആംഗുലാർ മൊമെൻറ്റവും സെയിം ആയിരിക്കും. സോ LA/LB എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3, 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. A conducting loop of finite resistance lies on the XY plane. There is a constant magnetic field in the Z direction. Magnetic field is a constant. Okay, area of the loop പക്ഷേ കോൺസ്റ്റന്റ് അല്ല. ഏരിയ ഓഫ് ദ ലൂപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ്. ദ ഫിഗർ ദാറ്റ് കറക്റ്റ്ലി ഇൻഡിക്കേറ്റ്സ് ദ പവർ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഏരിയ ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. കാരണം ഫ്ലക്സിൻ്റെ ഫോർമുല B × A എന്നാണ്. A ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പം ഫ്ലക്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ B × A ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു B × Aക്ക് പകരം A0 × 1 + sin t എന്ന് കൊടുക്കാം. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് dφ/dt ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ബിയും A0യും കോൺസ്റ്റൻ്റ് ആണ്, വെളിയിലെടുക്കാം. 1ൻ്റെ ഡെറിവേറ്റീവ് 0യും sin tയുടെ ഡെറിവേറ്റീവ് cos t ആണ്.
സോ ഇറ്റ് ഇസ് BA0 cos t എന്ന് വരും. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ല നമുക്ക് കാണേണ്ടത് പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ V²/R ആണ്. V എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അതിൻ്റെ സ്ക്വയർ ബൈ R ചെയ്യണം. സോ P ഇസ് ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പം BA0 സ്ക്വയർ cos² ωt ബൈ R എന്ന് വരും. B കോൺസ്റ്റൻറ്റ്, A0 കോൺസ്റ്റൻറ്റ്, R കോൺസ്റ്റൻറ്റ്. സോ പവർ ഇസ് പ്രൊപ്പോർഷണൽ ടു cos² t. അപ്പോൾ പവറും ടീയും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് cos² ഗ്രാഫ് ആയിരിക്കും. പിള്ളേരെ നിങ്ങൾക്കറിയാം cos² t എന്നാണ് കിടക്കുന്നത്. ടിക്ക് 0 കൊടുക്കാം. ടിക്ക് 0 കൊടുക്കുമ്പോൾ cos0 ഇസ് 1. അപ്പം T0 ആകുമ്പം ആൻസർ ഒരിക്കലും 0 വരത്തില്ല. അപ്പം T0 ആകുമ്പോൾ കണ്ടു ഇവിടെ പവർ 0 ആയി വന്നിരിക്കുന്നത്, ഇതൊരിക്കലും വരത്തില്ല. T0 ആകുമ്പോൾ ഇവിടെയും പവർ 0 ആണ് വരുന്നത്, ഇതും ഒരിക്കലും വരത്തില്ല. ഇനി ഈ ഗ്രാഫ് വരണമെങ്കിൽ പവർ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. പവർ കോൺസ്റ്റന്റ് അല്ല, അത് ടൈമിനനുസരിച്ച് മാറുന്നുണ്ട്. സോ വിച്ച് ഇസ് ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, നിങ്ങൾക്കറിയാം cos t-യുടെ ഗ്രാഫ് ഇതാണ്. ഓക്കെ, cos t-യുടെ ഗ്രാഫ് ഇങ്ങനെ വരും. cos² ഒരു ടൈം പീരീഡ് എടുക്കുമ്പോൾ ഇതാണ് ഗ്രാഫ്. cos² വരുമ്പോൾ എന്ത് സംഭവിക്കും? താഴത്തെ സാധനം കൂടെ മേളിൽ കയറി വരും. ഇതാണ് cos² ഗ്രാഫ്, cos² t-യുടെ ഗ്രാഫ്. നമുക്കറിയാം sin x-ന്റെ ഗ്രാഫ് ഇതാണ്. sin² എന്ന് വരുമ്പോൾ ഈ ഗ്രാഫ് രണ്ട് മേളിലേക്ക് വരും, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ പോസിറ്റീവ് ആവും. അത്രേ ഉള്ളൂ. ഇത് sin² t-യുടെ ഗ്രാഫാണ്. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ cos² t. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A point charge Q is placed inside a solid isolated conducting sphere. Consider points A, B and C as shown in the figure where the magnitudes of electric field are E1, EA, EB and EC respectively. The points B and C are at the same distance from the center of the solid sphere. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു പോയിന്റ് ചാർജ് Q ഒരു ക്യാവിറ്റിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സോളിഡ് ഐസൊലേറ്റഡ് കണ്ടക്റ്റിംഗ് സ്പിയർ. ABC അതിലെ വേരിയസ് പോയിന്റ്സ് ആണ്. നമുക്ക് ABCയിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നിങ്ങളോട് പറയുന്ന ഈ ചാർജ് Q ഒരു ക്യാവിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഇൻസൈഡ് എ കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷേ ഈ പോയിന്റ് ഇൻസൈഡ് എ ക്യാവിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം A എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി ഈ Bയും Cയും സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ രണ്ടിടത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈക്വലും ആയിരിക്കും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2, EA നോട്ട് ഈക്വൽ 0, EB ഇസ് ഈക്വൽ ടു EC. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ എ ഫിക്സ്ഡ് യൂണിഫോംലി ചാർജ് ഇൻസുലേറ്റിംഗ് സ്പിയർ. ഈ ഒരു സ്പിയർ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് R ആണ്, ചാർജ് +Q ആണ്. ആൻഡ് എ പോയിന്റ് ചാർജ് -Q. ഇവിടെ ഒരു -Q എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്. സോ -Q എന്ന് പറയുന്നൊരു ചാർജ്, അത് ഇവിടുന്ന് 3R ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. തുടക്കത്തിൽ ഇവൻ റെസ്റ്റിലാണ്, ഇവൻ ഫിക്സ്ഡും ആണ്, അവനും റെസ്റ്റിലാണ്. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് -Q ചാർജാണ്, ഇത് +Q ചാർജാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി വായിച്ച് നോക്കാം. ഇനി -Qനെ നമ്മൾ റിലീസ് ചെയ്തു, ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് റിലീസ് ചെയ്യുമ്പോൾ അവൻ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? +Qയിലേക്ക് മൂവ് ചെയ്യും. കാരണം എന്താണ്? -Qനെ +Q അട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൻ്റെ വെലോസിറ്റി കൂടും. ഇനി ചോദ്യം ഇതാണ്, വെൻ ദ പോയിന്റ് ചാർജ് റീച്ചസ് ദ സർഫസ്, ഈ -Q സർഫസിൽ ഓഫ് സ്പിയറിലെത്തുമ്പോൾ അവൻ്റെ സ്പീഡ് എത്രയായിരിക്കും? അപ്പോൾ നമ്മളിവിടെ എനർജി കൺസർവേഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇനിഷ്യൽ എനർജി, ഓക്കെ, ഇനിഷ്യൽ എനർജി നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി Q1 ഇസ് Q, Q2 ഇസ് -Q ബൈ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 3R പ്ലസ് കൈനറ്റിക് എനർജി 0 ആണ്, കാരണം ഇനിഷ്യലി രണ്ടുപേരും റെസ്റ്റിലാണ്. സ്പിയർ ആണെങ്കിൽ ഫിക്സ്ഡും ആണ്, -Q റെസ്റ്റിലുമാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടുക്കുകയാണ്. അടുത്തടുത്ത് ഈ -Q എന്ന് പറയുന്ന ചാർജ് ഇവൻ്റെ സർഫസിൽ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആയിരിക്കും. അപ്പോൾ ഇവരുടെ എനർജി നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫൈനൽ എനർജി വിൽ ബി പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് KQ ഇൻറ്റു
മൈനസ് ക്യൂ ബൈ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആർ പ്ലസ് ഇവനൊരു കൈനറ്റിക് എനർജി കാണും. ഇവന് കൈനറ്റിക് എനർജി കാണത്തില്ല, കാരണം ഇവൻ ഫിക്സ്ഡാണ്, ഹാഫ് എം ബി സ്ക്വയർ എന്ന് വരും. പക്ഷെ നമുക്കറിയാം ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കണം. സോ ഇനിഷ്യൽ ടോട്ടൽ എനർജിയും ഫൈനൽ ടോട്ടൽ എനർജി ഈക്വൽ ആയിരിക്കണം. സോ ഐ ക്യാൻ റൈറ്റ് മൈനസ് കെ ക്യൂ ക്യൂ ബൈ 3r ഈസ് ഈക്വൽ ടു മൈനസ് കെ ക്യൂ ക്യൂ ബൈ ആർ പ്ലസ് ഹാഫ് എം ബി സ്ക്വയർ എന്ന് വരും. ഇത് അപ്പുറത്തേക്ക് പോയി കെ ക്യൂ ക്യൂ ബൈ ആർ മൈനസ് കെ ക്യൂ ക്യൂ ബൈ 3r is equal to half m v square എന്ന് വരും. ഇത് 2/3 എന്ന് വരും. 2/3 k is 1/4 pi epsilon 0 q by r is equal to half m v square എന്ന് വരും. സോ ഇവിടുന്ന് ഒരു 4ഉം ഒരു 2ഉം കട്ട, ഇവിടെ 2 വന്നു, ഈ 2ഉം ക്യാൻസൽ ആയിട്ട്. സോ ബാക്കിയുള്ളത് QQ by 3 pi epsilon 0 r is equal to mv square എന്ന് വരും. അതിൽ നിന്ന് വി സ്ക്വയർ കാണാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു QQ by 3 pi epsilon 0 mr എന്ന് വരും. Therefore v is equal to root of QQ by 3 pi epsilon 0 mr എന്ന് വരും. ആൻസർ ഇസ് ഓപ്ഷൻ 3. QQ by 3 pi epsilon 0 mr ന്റെ റൂട്ട്. ക്ലിയർ ആയല്ലോ? ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ചോദ്യമാണ്, എന്നാലും ഇച്ചിരി ലെങ്തിയാണ്, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഗ്രിഗർ മാർട്സൺ എക്സ്പെരിമെൻറ്റ് ദ നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ആൽഫ പാർട്ടിക്കിൾസ് എൻ ഓഫ് തീറ്റ ഇസ് പ്ലോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ. ഇത് ഡയറക്റ്റ് NCERT-യിലുള്ള ഗ്രാഫാണ്. നിങ്ങൾക്കറിയാം തീറ്റ കൂടുന്നതിനനുസരിച്ച് ആ ആംഗിൾ സ്കാറ്റർ ചെയ്യുന്ന നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയും. സോ എൻ ഓഫ് തീറ്റ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ. ശരിക്കും തീറ്റ അല്ല, സൈൻ റേസ് ടു 4 θ/2 എന്നൊക്കെയാണ്. അതൊന്നും പ്രശ്നമില്ല. തീറ്റ കൂടിയാൽ എൻ ഓഫ് തീറ്റ കുറയും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 സർക്യൂട്ട്സ് A and B ആണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. രണ്ടുപേരുടെ ഇനിഷ്യൽ റെസിസ്റ്റൻസ് R0 ആണ്. പക്ഷേ ഒരാളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പ്ലസ് ആൽഫയും ഒരാളുടെ മൈനസ് ആൽഫയാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം കഴിയുമ്പോൾ ഉള്ള ഇവൻ്റെ, അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവൻ്റെ റെസിസ്റ്റൻസ് കുറയും. R0 × 1 മൈനസ് ആൽഫ ഡെൽറ്റ ടി ആവും. ഇവൻ്റെ R0 × 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ആവും. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IA-യും IB എന്നും പറയുന്നത്. ഇനി ചോദ്യം ഇതാണ്, ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ സർക്യൂട്ടിൽ കൂടെ ഉള്ള കറണ്ടിന് എന്ത് സംഭവിക്കും? ഇപ്പോൾ കേസ് 1 എന്ന് പറയുന്നത് സർക്യൂട്ട് A ആണ്. സർക്യൂട്ട് എയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ 2 റെസിസ്റ്റേഴ്സ്. They are in series. So the equivalent resistance will be R1 plus R2 എന്ന് വരും. So R1 is R0 × 1 minus alpha delta t plus R2 is R0 × 1 plus alpha delta t എന്ന് വരും. You can take R0 common. R0 × 1 minus alpha delta t plus 1 plus alpha delta t എന്ന് വരും. പ്ലസ് ആൽഫ ഡെൽറ്റ ടി മൈനസ് ആൽഫ ഡെൽറ്റ ടിയും കട്ടായി പോകും. 2R0 എന്ന് വരും. സോ ഈ സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R0 ആണ്. നിങ്ങൾക്കറിയാലോ കറണ്ട് എന്ന് പറയുന്നത് V/R ഇക്വലന്റ് ആണ്. ഓക്കെ, സോ V is V, R equivalent is 2R0. നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ടെമ്പറേച്ചറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാലോ ടെമ്പറേച്ചർ കുറച്ചാലോ IA മാറത്തില്ല, കാരണം ദിസ് ഇക്വേഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. സോ അതിൻ്റെ അർത്ഥം IA റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്നാണ്. അതിവിടെയും വരുന്നുണ്ട്, IA റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഒന്നെങ്കിൽ ആൻസർ 1 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും. അപ്പം നമുക്ക് രണ്ടാമത്തെ സർക്യൂട്ടും ചെയ്ത് നോക്കേണ്ടി വരും. കേസ് 2 സർക്യൂട്ട് ബി നോക്കുകയാണെങ്കിൽ ഈ 2 റെസിസ്റ്റൻസ് പാരലാണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസസ് R1 R2 ബൈ R1 പ്ലസ് R2 എന്ന് വരും. R1 is R0 × 1 മൈനസ് ആൽഫ ഡെൽറ്റ ടി. R2 is R0 × 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. R1 പ്ലസ് R2ൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ ഇക്വേഷനിൽ കണ്ടു, 2R0 ആണ്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു R0 കട്ടായി പോകും. അപ്പോൾ R എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A minus B × A plus B is A square minus B square. So R0 × 1 minus alpha square delta t square എന്ന് വരും. ഇനി ക്വസ്റ്റനിൽ പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഡെൽറ്റ ടി ഇൻക്രീസ്ഡ് ആവും. ഡെൽറ്റ ടി ഇൻക്രീസ്ഡ് ആയാൽ 1 മൈനസ് ഇത് കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയും. കാരണം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കണ്ടോ, R0 × 1 മൈനസ് എന്നാണ് നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പം
ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. സോ IB കൂടും. സോ ദ ആൻസർ ഇസ് IA റിമെയിൻസ് കോൺസ്റ്റന്റ് വൈൽ IB ഇൻക്രീസസ്. ക്ലിയർ ആയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത്തിരി സമയം എടുക്കുക. എല്ലാത്തിനും 2 കേസുള്ള ക്വസ്റ്റ്യൻ ആണ് എല്ലാത്തിനും ചോദിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ കേസുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ ഇല്ല. സോ എനിവേയ്സ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ സിഗ്മ എസ് KB ആൻഡ് B where sigma s represents Stefan Boltzmann's constant, KB represent Boltzmann's constant and B represent Wien's constant. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 3ൻ്റെയും ഡയമെൻഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഡയമെൻഷൻ ഓഫ് സിഗ്മ എസ് KB raised to -1 B കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം സ്റ്റെഫാൻസ് ലോ നിങ്ങൾക്കറിയാലോ, എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി, എമിസിവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈ സിഗ്മ T⁴ ആണ്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിസിവിറ്റി ബൈ T⁴ ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താണ് ഈ എമിസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എമിസിവിറ്റി ഇസ് നത്തിങ് ബട്ട് എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം ഇൻറ്റു T⁴. ഈ T⁴ താഴെ വരും. എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം ആണ് എമിസിവിറ്റി എന്ന് പറയുന്നത് ബൈ T⁴. നമുക്കറിയാം എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml² T⁻² ആണ്. ഏരിയയുടെ ഡയമെൻഷൻ L², ടൈമിൻ്റെ ഡയമെൻഷൻ T, ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ തെറ്റിപ്പോയത് K⁴ ആണ്. അപ്പോൾ എന്നാ സംഭവിക്കുക, L²ഉം കട്ടായി പോകും. സോ സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഇസ് mT⁻³ K⁻⁴ എന്ന് വരും. ഇതാണ് സ്റ്റെഫാൻസ് കോൺസ്റ്റന്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, mT⁻³ K⁻⁴. ഇനി നമുക്ക് വേണ്ടത് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പഠിച്ചാണ്. എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ½ kBT ആണ്. ഇത് എനർജിയാണ്, ഇത് ടെമ്പറേച്ചറാണ്. അപ്പോൾ KB എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എനർജി ബൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, എനർജിയുടെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം ml² T⁻² ആണ്. ബൈ ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ ഇസ് K. സോ KBയുടെ ഡയമെൻഷൻ ഇസ് ml² T⁻² K⁻⁻1 എന്ന് വരും. അപ്പോൾ KBയുടെ കിട്ടി. ഇനി വേണ്ടത് വീൻസ് കോൺസ്റ്റന്റ് ആണ്. പിള്ളേരെ വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B/T ആണ്. ഇപ്പോൾ B എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഇൻറ്റു T ആണ്. വേവ് ലെങ്ത് ഇസ് L, T ഇസ് K. LK ആണ് ബിയുടെ ഡയമെൻഷൻ. ഇനി നമുക്ക് കാണേണ്ടത് സിഗ്മ എസ് KB⁻⁻1 B ആണ് കാണേണ്ടത്, വിച്ച് ക്യാൻ ബി റിട്ടൺ സിഗ്മ എസ് B ബൈ KB എന്ന് വരും. ഇവൻ്റെ ഡയമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ എസിൻ്റെ ഡയമെൻഷൻ ഇസ് mT⁻³ K⁻⁻4. ബിയുടെ ഡയമെൻഷൻ ഇസ് LK. KBയുടെ ഡയമെൻഷൻ ഇസ് ml² T⁻² K⁻⁻1. എമ്മും ക്യാൻസൽ ആയിപ്പോയി, എല്ലും L² ക്യാൻസൽ ആയിപ്പോയി. സോ L⁻⁻1 എന്ന് വരും. T⁻² മുകളിൽ പോകുമ്പോൾ T⁻+2 ആവും. -3 + 2 ഇസ് -1 T⁻⁻1. K⁻⁻4ഉം K⁻⁻1ഉം ചെയ്യുമ്പം K⁻⁻3 എന്ന് വരും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3 L⁻⁻1 T⁻⁻1 K⁻⁻3. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. An electromagnetic wave traveling in a dielectric medium having dielectric constant εr has an electric field Ex is equal to E0 sin kz minus 2π into 10⁻60, where E0 is the amplitude and k is a wave vector. Among the following, which is an incorrect choice എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തത് സ്പീഡ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്പീഡ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ദ മീഡിയത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ C/εr എന്നാണ്. C is 3 × 10⁸, εr is √9. So 3 × 10⁸ by 3. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി 10⁸ m/s. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് പോസിറ്റീവ് z ആക്സിസ്. പിള്ളേരെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന E is equal to E0 kz minus ωt, ഈ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും Z വന്നുകൊണ്ട് മനസ്സിലായി ഇവൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് z ആണ്.
പക്ഷേ കേസഡും ഒമേഗ ടിയും കണക്ട് ചെയ്യുന്ന സൈൻ മൈനസ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. പ്ലസ് ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ ഇത് ട്രാവൽസ് അലോങ് ദ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ കറക്റ്റ് ആണ്. അടുത്തത് വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. ഓക്കെ, അതിൽ നിന്ന് ലാംഡ എന്ന് പറഞ്ഞാൽ വി ബൈ ന്യൂ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പം ന്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ്. അപ്പം ന്യൂ എന്ന് പറയുന്നത് ഒമേഗ ബൈ 2π ആയിരിക്കും. ഒമേഗ ഇസ് 2π ഇൻറ്റു 10⁻⁶ ബൈ 2π എന്ന് വരും. 2πയും 2πയും കട്ടായി പോയി. ഇപ്പം 10⁻⁶ എന്ന് വരും. വിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 10⁸ ആണ്. ബൈ 10⁻⁶ 10² 100 എന്ന് വരും ലാംഡ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന 300 ആണ്. സോ ദാറ്റ് ഇസ് റോങ്. അപ്പം നമ്മൾ പറയും ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് 300 എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇനിയും ഓപ്ഷൻ 3 നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. നമുക്കറിയാലോ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ബി ഇസ് ഈക്വൽ ടു B0 അങ്ങനെ വരണ്ടേ. പക്ഷെ നമുക്കറിയാം E0 ബൈ B0 V ആണെന്നറിയാം. therefore B0 is equal to E0 by V എന്ന് എഴുതാം. അപ്പം B is equal to B0 സൈൻ സോ ആൻഡ് സോ എന്ന് വന്നതിന് പകരം B is equal to B0ക്ക് വരെ E0 by V ഇൻറ്റു സൈൻ ഓഫ് സംതിങ് എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ B0 by V എന്നാണ് കിടക്കുന്നത്. ദാറ്റ്സ് റോങ്. ദാറ്റ്സ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. രണ്ടും തെറ്റാണ്. പക്ഷെ നമുക്കറിയാം സിംഗിൾ ആൻസർ വരത്തുള്ളൂ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ദിസ് ഇസ് എ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ നീറ്റിൽ നിന്ന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ 2 ഓപ്ഷൻസും ഇൻകറക്റ്റ് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പുറകെ പറയാം. സോ നെക്സ്റ്റ് വൺ ചോദ്യം ഇതാണ്. 1 mole of an ideal monatomic gas undergoes a cyclic process as shown in the figure. Total heat supplied to the gas ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സ് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ Q എന്ന് പറയുന്നത് നമുക്കറിയാം ΔU പ്ലസ് W ആണ്. ΔU 0 ആയതുകൊണ്ട് Q എന്ന് പറയുന്ന W ആയിരിക്കും. വർക്ക് ഡൺ കാണാൻ പിള്ളേരെ ഇതിൻ്റെ ഏരിയ എടുത്താൽ മതി. ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് B ഇൻറ്റു H ആയിരിക്കും, അല്ലെ L ഇൻറ്റു B ആയിരിക്കും. ഓക്കെ, ലെങ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 5ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് 3. ബ്രെഡ്ത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 100ൻ്റെയും 300 ഇടയ്ക്ക് 200. ആൻഡ് സൈക്കിൾ ക്ലോക്ക് വൈസ് പോകുന്നതുകൊണ്ട് വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 600 എന്ന് വരും. അപ്പോൾ Q എന്ന് പറയുന്നത് 600 ആണ്. ഓപ്ഷൻ 3 ആണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇഫ് ദ ക്വസ്റ്റ്യൻ വാസ് നെറ്റ് ഹീറ്റ് എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ, നെറ്റ് ഹീറ്റ് സപ്ലൈഡ് എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 600 എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഈ കിട്ടിയിരിക്കുന്ന 600 എന്ന് പറയുന്നത് AB-യുടെ ഹീറ്റ് പ്ലസ് BC-യുടെ ഹീറ്റ് പ്ലസ് CD-യുടെ ഹീറ്റ് പ്ലസ് DA-യുടെ ഹീറ്റാണ്. നിങ്ങൾ ആക്ച്വലി സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ AB-യുടെ ഹീറ്റ് പോസിറ്റീവ് ആണ്, BC-യുടെ ഹീറ്റ് നെഗറ്റീവ് ആണ്. ഇതേതാണ്ട് 2250 എന്ന് വരും ഹീറ്റ്. CD-യുടെ ഹീറ്റ് നെഗറ്റീവ് ആണ്, DA-യുടെ ഹീറ്റ് പോസിറ്റീവ് ആണ്. അത് അറൗണ്ട് 600 എന്ന് വരും. അപ്പം ഹീറ്റ് സപ്ലൈഡ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പം പോസിറ്റീവ് ആയിട്ടുള്ള ഹീറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ശരിക്കും ആൻസർ വരേണ്ടത് 2250 പ്ലസ് 600 എന്നാണ്, വിച്ച് ഇസ് 2850 എന്നാണ് വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കിടപ്പില്ല. അപ്പം ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് നെറ്റ് ഹീറ്റ് ആണ് എന്ന് അസ്യൂം ചെയ്താൽ ഓക്കെ 600 കിട്ടും. പക്ഷേ ഇതും ചാലഞ്ച് ചെയ്യാം. കാരണം ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് മീൻസ് ഓൺലി പോസിറ്റീവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അപ്പം എന്തായാലും 600 ആണ് ആൻസർ. പക്ഷേ ഇതും ഒരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ an electron revolving in an excited state of hydrogen atom with velocity root of 25.6 into 10⁵ meter per second. The radius of the orbit is x into 10⁻⁹. വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതോ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, nth ഓർബിറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം. ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ചാർജ് -c, ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇത് +c, ഇത് റേഡിയസ്, ഇത് വെലോസിറ്റി. ഇവന്മാരെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം mv²/r ആണ്.
Electrostatic force in equation is K Q1 Q2. Q1 is E, Q2 is also E square by R square എന്ന് വരും. ആറും ആർ സ്ക്വയറും കട്ടായി പോയി. നമുക്ക് വേണ്ടത് ആറാണ്. സോ ആർ ഇസ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ബൈ എം വി സ്ക്വയർ എന്ന് വരും. കെയുടെ വാല്യൂ നിങ്ങൾക്കറിയാം 9 × 10⁻⁹ ആണ്. ഇ സ്ക്വയർ എന്ന് പറയുമ്പം 1.6 × 10⁻⁻19 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഡിവൈഡ് ബൈ എമ്മിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 9 × 10⁻⁹ ആണ്. വിയുടെ വാല്യൂ √25.6 സ്ക്വയർ ചെയ്യുമ്പം 25.6 × 10⁻10 എന്ന് വരും. ഇത്രയും കിട്ടും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ആർ ഇസ് ഈക്വൽ ടു എം 9 × 10⁻⁻31 സോറി, ഇലക്ട്രോണിൻ്റെ മാസ് അല്ലേ, സോറി, -31. 9ഉം 9ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ വാട്ട് റിമെയിൻസ് ഇസ് 10⁻⁹ × 16 സ്ക്വയർ 256 ആണ്. സോ 2.56 × 10⁻⁻38 എന്ന് വരും. ഡിവൈഡ് ബൈ താഴെ 10⁻⁻31 ഉണ്ട്, 25.6 ഉണ്ട്, 10⁻10 ഉണ്ട്. ഓക്കെ, സോ 2.56ഉം 25.6ഉം കട്ട് ചെയ്താൽ താഴെ 10 വരും. 10⁻9ഉം 10⁻10ഉം കട്ട് ചെയ്താൽ താഴെ 10 വരും. സോ ബാക്കിയുള്ളത് ആർ ഇസ് ഈക്വൽ ടു 10⁻⁻38 ഡിവൈഡഡ് ബൈ 10⁻, ഇത് പോകുമ്പം -29 എന്ന് വരും. സോ ആർ ഇസ് ഈക്വൽ ടു 10⁻⁻9 എന്ന് വരും. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 10⁻9 മീറ്റർ എന്ന് വരും. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 × 10⁻⁻9 മീറ്റർ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന x × 10⁻⁻9 എന്നാണ്. സോ ദ വാല്യൂ ഓഫ് എക്സ് ഇസ് 1. ആൻസർ ഇസ് ഓപ്ഷൻ 4. ക്ലിയർ ആയല്ലോ? യെസ്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് കിട്ടുന്നൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car travels on a circular racetrack of radius 50 which is banked at an angle theta. If the car travels at a speed of 10 m/s, then wear and tear on its tire is minimum. Taking acceleration due to gravity as 10, the value of theta. Wear and tear minimum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Wear and tear minimum എന്ന് പറഞ്ഞാൽ assume that there is no friction. Friction causes wear and tear. ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്താൽ നമുക്കറിയാം tan theta is equal to v² by rg ആണ്. കാരണം v is equal to √rg tan theta എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതായത് if there is no friction, v is equal to √rg tan theta എന്നാണ്. ഇപ്പോൾ tan theta is equal to v² by rg എന്ന് വരും. വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്നത് 10 എന്നാണ്. സോ 10² by r 50, g is 10. സോ ഇറ്റ് ഈസ് 100 by 500 എന്ന് വരും, 1/5 എന്ന് വരും. സോ tan theta is equal to 1/5, theta is equal to tan inverse 1/5. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. tan inverse 1/5. ആൻസർ ഇസ് ഓപ്ഷൻ 1. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നീറ്റ് 1ന് ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 3 identical diodes D1, D2, D3 are connected across a battery as shown in the figure. Depletion width of D1 is W1, D2 is W2 and D3 is W3. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ഫോർവേഡ് ബയസ് ചെയ്യുമ്പം ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും. ഓക്കെ, റിവേഴ്സ് ബയസ് ചെയ്യുമ്പം ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. അൺബയസ്ഡ് ആണെങ്കിൽ രണ്ടിൻ്റെ ഇടയിലായിരിക്കും. അപ്പം വിഡ്ത്ത് ഓഫ് റിവേഴ്സ് ബയസ് ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് വിഡ്ത്ത് ഓഫ് അൺബയസ്ഡും ഏറ്റവും കുറവ് വിഡ്ത്ത് ഓഫ് ഫോർവേഡ് ബയസ്ഡും ആണ്. ഈ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ D1ൻ്റെ +5 എടുത്താണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ D1ൻ്റെ P എടുത്ത് പ്ലസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ D1 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അപ്പം അവൻ്റെ ഡിപ്ലീഷൻ വിഡ്ത്ത് ആയിരിക്കും ഏറ്റവും കുറവെന്ന് പറയുന്നത്. ഓക്കെ, D3 നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ബയസ്ഡ് ആണ്. അവൻ്റെ ഡിപ്ലീഷൻ വിഡ്ത്ത് ആണ് ഏറ്റവും കൂടുതൽ, W3 ആണ് ഏറ്റവും കൂടുതൽ. D2 അൺബയസ്ഡ് ആണ്, ബയസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അവൻ്റെ ഡിപ്ലീഷൻ വിഡ്ത്ത് ഇതിൻ്റെ ഇടയിലായിരിക്കും. സോ W3 > W2 > W1. ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, അപ്പം സെമി കണ്ടക്ടറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡയോഡിൽ നിന്നാണ് രണ്ടും ചോദിച്ചത്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following table represents the part of electromagnetic spectrum and the corresponding major application ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ മൈക്രോവേവ് ആണ്. അത് ഒരു പാടും ഇല്ല. യു നോ അബൌട്ട് മൈക്രോവേവ് അവൻ ഫോർ വാർമിംഗ് ഫുഡ്. സോ പിക്ക് നേരെ 2 ആണ് വരുന്നത്. പിക്ക് നേരെ 2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, 3ഉം 4ഉം. അപ്പോൾ അതിലേത് വേണമെങ്കിലും വരാം. അടുത്ത UV റേസ് ആണ്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം പറയുന്നതാണ് UV റേസ് വാട്ടർ പ്യൂരിഫിക്കേഷന് ഉപയോഗിക്കാറുണ്ട്. RO പ്യൂരിഫയർ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് UV RO പ്യൂരിഫയർ എന്നൊക്കെ പറയാറുണ്ട്. ആഡൊക്കെ ശ്രദ്ധിച്ചാൽ മതി. UV റേസസ് യൂസ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. സോ ക്യൂവിന് നേരെ 1 ആണ്, ഇവിടെ ക്യൂവിന് നേരെ 4 ആണ് വന്നിരിക്കുന്നത്. സോ ഇത് തെറ്റാണ്. സോ 3 ആണ് ആൻസർ. എന്നാലും ബാക്കിയും കൂടെ നോക്കിയേക്കാം. റേഡിയോ വേവ് നിങ്ങൾക്കറിയാം, AM ആൻഡ് FM ട്രാൻസ്മിഷനാണ് റേഡിയോ വേവ് യൂസ് ചെയ്യുന്നത്. എസിന് നേരെ 3 ആണ്. ആൻഡ് ഗാമ റേസ് യൂസ് ചെയ്യുന്നത് ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണ്, കാരണം ഹൈലി എനർജറ്റിക് ആണ്. സോ ദേ ക്യാൻ ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോബ് ഓഫ് മാസ് M ഇസ് അറ്റ് റെസ്റ്റ്. ഇതൊരു ബോബ് ഓഫ് മാസ് M അറ്റ് റെസ്റ്റ് ആണ്. ഈസ് ഹാങ്ങിങ് വെർട്ടിക്കലി ഫ്രം ദ സീലിംഗ് by a massless string of length 10 cm as shown in the figure. A point mass A of mass M traveling horizontally with a speed of 10 meter per second hits the bob elastically. The bob rises h meter after collision, taking the acceleration due to gravity gs10, neglecting the size of the bob, value of h. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ A എന്ന് പറയുന്ന സാധനം ഇവനെ ഇടിച്ചപ്പോൾ ഈ ബോബ് മേളിലേക്ക് കയറിപ്പോയെന്നാണ് പറയുന്നത്. ഇനിഷ്യലി ഈ സിസ്റ്റത്തിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, കാരണം രണ്ടും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇവൻ്റെ കൈനറ്റിക് എനർജി ഓഫ് A will be converted to potential energy in B. Kinetic energy of A will be half mv². Potential energy in B will be mgh, കാരണം രണ്ടുപേരുടെ മാസ് സെയിം ആണ്. ഇപ്പോൾ M കട്ടായിപ്പോയി. സോ V തന്നിട്ടുണ്ട് 10²/2 is equal to G10 ആണ് ഇൻറ്റു H. ഇതും കട്ടായിപ്പോയി. H is equal to 5 meter എന്ന് കിട്ടും. ആൻസർ ഇസ് ഓപ്ഷൻ B, 5 meter. ഓക്കെ, സോ നമ്മുടെ 44 ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടാണ് ചെയ്യാനുള്ളത്, 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണെങ്കിൽ ഒരു 1.5 ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ശ്രദ്ധിക്കാം. An ideal gas is made of a polyatomic molecule. Each of the molecules have 3 translational, 3 rotational and F number of vibrational modes. Okay, if the ratio of heat capacity Cp/Cv 8/7 എന്നാണ് തന്നിരിക്കുന്നത്. Cp/Cv is nothing but gamma. So gamma 8/7 എന്നാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം ഗാമ കാണാൻ ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്, F+2/F. ഇതാണ് ഫോർമുല. where F is the total number of degrees of freedom. അതാണ് പിള്ളേരെ 8/7 എന്ന് തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 3 ട്രാൻസ്ലേഷനുണ്ട്, 3 റൊട്ടേഷനുണ്ട്. F വൈബ്രേഷണൽ മോഡ്സ് ആണുള്ളത്. നിങ്ങൾക്കറിയാം ഒരു വൈബ്രേഷണൽ മോഡിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. വൈബ്രേഷൻ ഡ്യൂ ടു കൈനറ്റിക് എനർജിയും വൈബ്രേഷൻ ഡ്യൂ ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ F വൈബ്രേഷണൽ മോഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് 2F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. സോ +2F എന്ന് വരും. സോ ഇറ്റ് ഈസ് 6 + 2F. ഇതാണ് എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്യാപിറ്റൽ F യൂസ് ചെയ്തത്. അപ്പോൾ ഗാമ 8/7 is equal to എഫിന് പകരം 6 + 2F + 2/6 + 2F എന്ന് വരും. സോ 8/7 is equal to 8 + 2F/6 + 2F. മേളിൽ നിന്നൊരു 2 എടുത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. 8/7 is equal to 4 + F/3 + F എന്ന് വരും. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8 3s are 24 + 8F is equal to 28 + 7F. 8F - 7F is F. 28 - 4 is 28 - 24 is 4. So answer is option 1, 4. Clear ആയല്ലോ? സോ കഴിഞ്ഞ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 hour കൊണ്ടാണ് നമ്മൾ മൊത്തം ക്വസ്റ്റ്യനും ഫിനിഷ് ചെയ്തത്. പക്ഷേ ഇതിന് നമ്മൾ 2 മണിക്കൂറിനടുത്ത് 1.25 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാനിത് മാക്സിമം സ്പീഡിലാണ് എന്നിട്ടും പറഞ്ഞത്, എന്നിട്ട് പോലും ഇത്രയും സമയമെടുത്തു. അപ്പം നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും കഴിഞ്ഞ നീറ്റിൻ്റെ അത്രയും കട്ട് ഓഫ് നിങ്ങൾക്ക് വരില്ല.
സോ ഹോപ്പ്ഫുള്ളി കട്ട് ഓഫ് കുറയട്ടെ, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഇങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതേപോലെ നല്ല നല്ല കോണ്ടൻറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.